ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയനായ ഈ വിശാഖം തിരുനാൾ മഹാമഹ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ശശികുമാർ സാർ അവർ, ഏറെ ആരാധ്യനായ ആദരണീയനായ സമിതിയുടെ രക്ഷാധികാരിയും SNDP യൂണിയന്റെ മുൻ സാരഥിയും പ്രസിഡന്റും സർവോപരി സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ശ്രീ കെ ഗംഗാധര പണിക്കർ സാർ അവർ, അദ്ദേഹത്തെ ആദരിച്ച ഗുരുധർമാനന്ദജിയുടെ കൊച്ചുമകൻ കൂടിയായ അഡ്വക്കേറ്റ് രജി സാർ, സമിതി സെക്രട്ടറി ശ്രീ ബാബു ബി അവർ, ശ്രീ സുന്ദരേശ്വരൻ സ്വാമിജി അവർ, ഗംഗാധര പിള്ള സ്വാമിജി അവർ, ശ്രീ പത്മാകരൻ സാർ അവർ, ഈ വേദിയിലുള്ള സമിതിയുടെ ബഹുമാനിതരായ ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, പോഷക സംഘടനകളുടെ പ്രവർത്തകന്മാരെ, എന്നെ ശ്രമിക്കുന്ന ഗുരുധർമാനന്ദജിയുടെ പ്രിയപ്പെട്ട മക്കളും സഹോദരി സഹോദരങ്ങളുമായ ഏറെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം. നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ സുപ്രഭാതത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിറഞ്ഞ സന്തോഷം എന്ന വാക്ക് ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല. ആ സന്തോഷത്തെ അങ്ങനെ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിക്കളയാം എന്ന് വിചാരിച്ചത്. ആ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്വാമിജിയുടെ, ഗുരുധർമാനന്ദജിയുടെ ജന്മനക്ഷത്രമാണ്, ജന്മദിനമാണ്. അങ്ങനെ ഒരു പുണ്യദിനത്തിൽ ആദ്യമായിട്ട് ഈ മണ്ണിൽ വരാൻ എനിക്ക് ഭഗവാൻ ഒരു സൗഭാഗ്യം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊരു ധാനെ ധാന്യത്തെ ലിഖേ ധാന്യ വാലെ കാണാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഓരോ ധാന്യമണിയിലും അത് കഴിക്കാനുള്ളവന്റെ പേരുണ്ട്. ഇന്ന് ഈ 113ാം ജന്മദിനത്തിൽ ഇവിടെ വരണം എന്നുള്ള നിയോഗം എനിക്ക് വേണ്ടിയായിരുന്നു ഭഗവാൻ കുറിച്ചു വെച്ചിരുന്നത്. അത് എനിക്ക് സാധിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. സർവോപരി ഈ അന്തരീക്ഷത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഈ ആശ്രമത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന മറ്റെവിടെയും കാണാത്തത്ര ഒരു ഭക്തിയുടെ വിശുദ്ധിയാണ് എന്നെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ മുഖത്തുള്ളതുപോലെ നമ്മുടെ ബെൻസാദ് ഭംഗിയായിട്ട് സൂചിപ്പിച്ചു, നിങ്ങളുടെ എല്ലാ മുഖത്തുള്ളത് നിറഞ്ഞ ഭക്തിയാണ്. മറ്റേത് സ്ഥലത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ പലപ്പോഴും ഞാനാണ് വലിയവൻ എന്ന ഒരു ആഢ്യത്വമോ ഒരു ആഢ്യഭാവമോ ഒക്കെയാണ് സാധാരണക്കാരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുഖത്ത് നിറഞ്ഞിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിക്ക് വേണ്ടി തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിച്ച ഗുരുവിന്റെ ഒരേ ഒരു ശിഷ്യനായിരുന്നു ഗുരു ധർമാനന്ദജി എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത്. ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുടെ എല്ലാം ചാലക ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയെ ആയുധമായി സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ മഹാത്മാഗാന്ധിജി അഹിംസയെയും സത്യാഗ്രഹത്തെയും മുറുകെ പിടിച്ചതുപോലെ നിഷ്കളങ്കമായ ഈശ്വര ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹ സേവനം നിർവഹിച്ച ഗുരുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് ഗുരുധർമാനന്ദജി എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഇവിടെയുള്ള നിങ്ങളോട് പറഞ്ഞത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു അബദ്ധമായിട്ടില്ല. കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നവരാണ്, അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണ്, അദ്ദേഹത്തിന്റെ രക്തം പങ്കുവെക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ആ ചരിത്രം പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം ഒരു വലിയ അബദ്ധമായിരിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എന്റെ ചില ബോധ്യങ്ങളെ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ചില അറിവുകളെ മാത്രമാണ് ഈ വേദിയിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ. പിന്നെ മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ഗംഗാധര പണിക്കർ സാറിനോട് ഞാൻ കൂടി ഒരു ക്ഷമ പറയേണ്ടതുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത്രയും വന്ധ്യവയോധികനായ, ഇത്രയും വിശിഷ്ടനായ ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചുള്ളത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ 75-ാം വർഷത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുമ്പോൾ അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണാൻ സാധിച്ചുള്ളത്. സർവോപരി നമ്മുടെ ധർമാനന്ദ സ്വാമിയുടെ കൂടെ ജീവിച്ച് അദ്ദേഹത്തെ അനുഭവിച്ചറിഞ്ഞ ഒരാള് കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ ദുഃഖകരമായ സംഗതിയാണ്. തീർച്ചയായിട്ടും ഞാനത് അങ്ങേയറ്റം അദ്ദേഹത്തോട് ആദ്യമേ തന്നെ എന്റെ ഹൃദയപൂർവ്വമായ ക്ഷമയായിരിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. താമസത്തിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഉൾപ്രദേശത്ത് നിന്ന് ഇത്ര ദൂരം ഏതാണ്ട് 4 മണി സമയത്ത് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. 4 മണി മുതൽ തുടർച്ചയായി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വഴിയും സാഹചര്യങ്ങളും മഴയും പ്രളയവും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് ഒരുപക്ഷെ ഇങ്ങോട്ട് വന്നു ചേരാൻ പറ്റുന്നത് പോലെ എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നില്ല. കാരണം വിളിച്ചു പറഞ്ഞാലോ പോലും പലവട്ടം ഞാൻ മനസ്സിൽ ചിന്തിച്ചാണ്. അപ്പോഴും ഒരു ശക്തി, ഒരു നിയോഗം, ഇവിടെ എത്തിച്ചേരണം എന്നുള്ള ഒരു നിയോഗം എന്നെ മുൻപോട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തതെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ നിറഞ്ഞ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും മുമ്പിൽ എന്റെ എല്ലാ വിനയവും സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മമാസത്തിൽ തന്നെ ജന്മമെടുത്തു നമ്മുടെ ധർമാനന്ദ ഗുരുദേവൻ. തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ ജീവിതം ശ്രീനാരായണ ഗുരുദേവന്റെ ആ കർമ്മ പദ്ധതികളുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പരസ്പര പൂരകമായിട്ട് പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗുരുവിന്റെ തന്നെ അവതാരമൂർത്തിയായി, അല്ലെങ്കിൽ ഗുരുവിന്റെ തന്നെ ആത്മസ്വരൂപത്തെ സ്വന്തം ആത്മാവിലേക്ക് ആവാഹിച്ച് സാധാരണക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ആ സാമ്യം എടുത്താൽ പോലും നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ജനിച്ച മാസം തന്നെ മാത്രമല്ല, ആ ജീവിത സാഹചര്യങ്ങൾ, ധർമാനന്ദജി ജനിച്ച് ജീവിച്ച അതേ സാഹചര്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിലെ വൈവാരത്തൂരിൽ ജനിക്കുമ്പോഴും അനുഭവിച്ച് കടന്നു പോകുന്ന അതേ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. നാണു എന്നാണ് ഗുരുവിന് പേരിട്ടത്. സമാനമായ ഒരു പേരാണ് ധർമാനന്ദജിയും ചെറുപ്പത്തിൽ മാതാപിതാക്കൾ വിട്ടുപിടിച്ചത്. നാണു അണുവായി നാരായണ ഗുരുവായി മാറിയതുപോലെയാണ് സ്വാമിജി ഗുരു ധർമാനന്ദ സ്വാമിജിയായിട്ട് മാറിയത് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സന്യാസിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ആ സന്യാസിയുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ കൂട്ടി ഉറപ്പിച്ച് ആത്മീയതയുടെ വഴിയിലേക്ക് കൂടുതൽ അടുത്തതിനെ കുറിച്ചും അവിടെ നിന്ന് പടിപടിയായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിലേക്കും കടന്നു ചെല്ലുകയും അങ്ങനെ ഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം സമ്പൂർണമായിട്ട് തന്നെ ഗുരുവിനെ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ സാക്ഷാത്കരിക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഗുരുവിനെ സാക്ഷാത്കരിക്കുക എന്ന ദൗത്യം നമുക്കൊക്കെ ഒരു പക്ഷേ നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് പറയുക. നമ്മളൊക്കെ ഭക്തന്മാരാണ്. ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നു, തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ നമ്മുടേതായ കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെ ഒന്ന് തുറന്നു പറയുക, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ നേടിയെടുത്തുകൊണ്ട് ചുളുവിൽ കാര്യം സാധിക്കാനുള്ള ഒരു കുറുക്കു വഴിയാണ് സാധാരണക്കാർക്ക് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഭക്തി എന്നതിന്റെ ആത്യന്തികമായ താല്പര്യം ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുക, അതുമായിട്ട് ഒന്നായി തീരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്നാണോ നമ്മൾ പുറപ്പെട്ടത് അതിൽ തന്നെ ഒന്നായി തീരുക, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്, അതാണ് ശരിയായ ലയം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എന്തറിഞ്ഞിട്ടാണ് നാരായണ ഗുരു അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപൻ, ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് വിളിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപനായി മാറിയത്? ഈ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ചു. ആ പരമമായ സത്യം താൻ തന്നെയാണ്, അതും താനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള ആ ശുദ്ധമായ അദ്വൈത ബോധത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ആരായി തീരുക, തികഞ്ഞ പരമ്പൊരുൾ തന്നെ ആയി മാറുക എന്ന് പറയുക. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു സ്വർണ്ണമാല ഉദാഹരണമായിട്ട്, സ്വർണ്ണമാല, ഈ സ്വർണ്ണമാല അതിനോട് ചോദിക്കുകയാണ് ഞാൻ ആരാണ്. സ്വർണ്ണമാലയ്ക്ക് അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ഒരു മറുപടിയുണ്ട്, എന്താണ്, ഞാനൊരു സ്വർണ്ണമാലയാണ്. അപ്പൊ വീണ്ടും ചോദിക്കുന്നു, ഈ ചോദ്യം കുറെ കൂടി ആഴത്തിലേക്ക്
കുറച്ചുകൂടി അറിയുമെന്ന് വിചാരിക്കുമ്പോൾ ആ മാലയ്ക്ക് മറ്റൊരു ഉത്തരം കിട്ടും. അതായത് ഞാൻ ഇത്ര പവനുള്ള, ഇത്ര കാരറ്റുള്ള ഒരു മാലയാണ്. കുറെ കൂടി ആഴത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഉത്തരം കിട്ടും, ഞാൻ സ്വർണമാണ്. അതുവരെ ഞാനൊരു മാലയുടെ രൂപമായിരുന്നു, ഇത്ര പവനായിരുന്നു, ഇത്ര കാരറ്റ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ പറയാണ് ഞാൻ സ്വർണമാണ്. ഞാൻ സ്വർണമാണ് എന്ന ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ മറ്റൊരു ഉത്തരം കൂടി അവിടെ കിട്ടും. എന്താണ്? എന്നിൽ അടങ്ങിയിരിക്കുന്ന അതേ സ്വർണം തന്നെയാണ് മാലയിൽ മാത്രമല്ല സ്വർണ്ണ വളയിലും സ്വർണ്ണ കമ്മലിലും പാദസരത്തിലും ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് എന്നിൽ അടങ്ങിയിരിക്കുന്ന അതേ സ്വർണം തന്നെയാണ് എന്ന ശുദ്ധമായ അദ്വൈത ബോധത്തിലേക്ക് അത് എത്തിച്ചേരും. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ എന്നിൽ അടങ്ങിയിരിക്കുന്ന അതേ സ്വർണം തന്നെയാണ് നിങ്ങൾ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉള്ളതെങ്കിൽ ഞാനും അതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന ബോധ്യം ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയിൽ അതിങ്ങനെ പറയുന്നു. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തുള്ളു നിന്ദ്യമായി. എല്ലാ ഭൂതങ്ങളെയും സ്വന്തം ആത്മാവിൽ സാക്ഷാത്കരിക്കുക, സ്വന്തം ആത്മാവിനെ തന്നെ സകലത്തിലും അത് തന്നെയാണ് എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് ലയിക്കുക. അതാണ് ശരിക്കും നിഷ്കളങ്കമായ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രാപ്തി എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തം ആത്മസ്വരൂപത്തെ എല്ലാത്തിലും സാക്ഷാത്കരിക്കുന്നവനാണോ ആരാണോ അവനാണ് അദ്വൈതി എന്ന് പറയുന്നത്. അവന് മാത്രമേ മറ്റുള്ളവരിലേക്ക് മുക്തിയെ പ്രദാനം ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രത്തിലൂടെ പോകുമ്പോൾ തന്റെ വിദ്യാഭ്യാസത്തിനും തന്റെ ചെറുപ്പകാലത്തെ ഒട്ടനേകം വൈവിധ്യപൂർണങ്ങളായ ലീലാവിലാസങ്ങൾക്ക് എല്ലാം ശേഷം ഗുരു എത്തിയത് മരുത്വാമലയിലെ ഘോരമായ തപസ്സിലേക്കാണ്. ആ സത്യത്തെ, അതായത് തന്റെ ഉള്ളിലിരിക്കുന്ന അതേ സത്യം സാക്ഷാത്കരിക്കുക, അത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് എന്ന ബോധ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ മരുത്വാമലയിലെ ഘോരമായ തപസ്സിലാണ് ഗുരുവിന്റെ സുബ്രഹ്മണ്യ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ, സ്പഷ്ടം നിലാവന്നു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. എന്താണ് താൻ അനുഭവിച്ചറിഞ്ഞ ആ വലിയ ആത്മീയതയുടെ പരമമായ സാക്ഷാത്കാര ദശയിൽ നിന്ന് ബ്രഹ്മവിദ്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരീയാൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ എന്നീ പദവികളിലൂടെ ഒക്കെ കടന്ന് പരമമായ ആ സാക്ഷാത്കാര അവസ്ഥയിൽ നിന്ന് താഴെ കുറെ ആളുകൾ ബാക്കിയുണ്ട്. അവരെ കൂടി മുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേരിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് എന്തു ചാരിതാർത്ഥ്യം. ഞാൻ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താവുന്ന ഒരുപാട് ആളുകൾ ഈ ചെളിക്കുണ്ടിൽ കഴിയുമ്പോൾ എനിക്ക് മാത്രമായിട്ടൊരു മോക്ഷം, എനിക്ക് മാത്രമായിട്ടൊരു സാക്ഷാത്കാരം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മലയുടെ മുകളിൽ നൽകിയ മല എന്ന് പറയുന്ന ഒരു പ്രതീകമാണെങ്കിൽ ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്ന് ലോക സേവനത്തിലൂടെ അദ്വൈതത്തിന്റെ പുതിയ ഒരു മാർഗം തെളിയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. ഇങ്ങനെ ഒന്ന് മറ്റൊരു സന്യാസിക്കും കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും സ്വീകരിച്ചത് അവരവരുടേതായ മോക്ഷം, അവരവരുടേതായ ആത്മസാക്ഷാത്കാരം, അതായിരുന്നു പരമപ്രധാനമായ ലക്ഷ്യമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് തനിക്ക് സാധിക്കുന്ന അത്രയും ആളുകളെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ലോക രക്ഷ ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. ഇതുകൊണ്ടാണ് സന്യാസികളില്ലിങ്ങനെ ഇല്ലമെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീനാരായണ ഗുരുമൂർത്തെ എന്ന് കുമാരനാശാൻ പറയുന്നു. അങ്ങനെ ലോകരക്ഷ നിർവഹിച്ചുകൊണ്ടാണ് ഗുരു തന്റെ ധർമ്മപ്രചാരണ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ഗുരുവിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ്. ഇത് കൂടാതെ തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ അവലംബിച്ച മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ജനങ്ങളെ ആത്മീയമായിട്ടും ബൗദ്ധികമായിട്ടും പ്രബുദ്ധരാക്കി മാറ്റുക എന്നുള്ളതാണ്. ആത്മീയമായ ഒരു ദൗത്യം, ആത്മീയമായ പ്രബുദ്ധത ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുവരെ ഉണ്ടായിരുന്ന ഭക്തി എന്ന് പറയുന്നത് നമുക്കറിയാം. അന്നുവരെ ഉണ്ടായിരുന്ന ഭക്തി എന്ന് പറയുന്നത് തികച്ചും അധമമായ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന, തമോ ഗുണമായ ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത്
സാത്വികമായ ഒരു ഭക്തിക്ക് തുടക്കം കുറിക്കും. ആ ഭക്തിയുടെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ജനങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് വരെ ഉണ്ടായിരുന്ന ഉദാഹരണം പറഞ്ഞാൽ കുളത്തൂർ കോലത്തുകര ഉൾപ്പെടെ അവിടെയൊക്കെ എന്താ പറയുക, ജന്തുബലിയും ചോര വീഴ്ത്തലും ഒക്കെ ആയിരുന്നു അത്തരം ക്ഷേത്രങ്ങളിലെ പൂജാ സംവിധാനങ്ങളിൽ പ്രധാനമായിരുന്നെങ്കിൽ വിജയൻ പറഞ്ഞു, ചോര കുടിക്കുന്ന ഭദ്രകാളിക്ക് ചോര ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഭദ്രകാളിയെ ഒഴിവാക്കാം എന്നാണ് ഗുരു പറഞ്ഞത്. ഏതാ ചോര ദേവിക്ക് ഭക്ഷണമായിട്ട് അവിടെ ബലിയായിട്ട് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ദേവിയെ തന്നെ അങ്ങ് മാറ്റിക്കളയാം, അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ. അങ്ങനെ ആ ദേവിയെ എടുത്തു മാറ്റി ഭഗവാൻ തന്നെ തന്റെ തൃക്കരങ്ങൾ കൊണ്ട് എടുത്തു മാറ്റി നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഇനി അവിടെ ഒരു സാമ്പ്രാണി പോലും കത്തിക്കരുത് എന്ന് പറഞ്ഞു. കുളത്തൂർ കോലത്തുകരയിൽ നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. ആ അമ്പലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇപ്പോഴും ഒരു പട്ടിൽ പൊതിഞ്ഞ് ദേവി വിഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കൊണ്ട് അന്ന് വരെ ചോര കുടിച്ച് മതിച്ച് ജീവിച്ച ഭദ്രകാളി ഒരു സാമ്പ്രാണി പോലും കിട്ടാതെ ഒരു പരാതിയും പറയാതെ ആ മൂലയിൽ ഇരിക്കൊണ്ട്. അതാണ് ഗുരുവിന്റെ തപോബലം എന്ന് പറയുന്നത്. അവിടെ ആ പീഠം കഴുകി വൃത്തിയാക്കി പാടീര വര പുഷ്പ കർപ്പൂര ധൂപാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പൂജാ സംവിധാനത്തിന് നാന്ദി കുറിച്ച് അവിടെ ഒരു മഹാദേവനെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. അന്ന് വരെ രൂക്ഷമായ തീവ്രമായ ക്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തര രൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ എന്നൊക്കെയുള്ള ഈ തീവ്രമായ മന്ത്രങ്ങളുടെ സ്ഥാനത്ത് അവിടെ കൂടിയ ഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭഗവാനെ നിങ്ങളുടെ ഭാഷയിൽ സ്തുതിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്കൊരു പ്രാർത്ഥന എഴുതി കൊടുത്തു. കോല തീരേശ അറിയാലോ, കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ബാലാക്ഷനധർമ്മിഷ്ടരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. കണ്ടോ, അന്ന് വരെ കേട്ട ആ കടുകട്ടി ആർക്കും മനസ്സിലാവാത്ത മന്ത്രങ്ങൾ, ആർക്കും ഗ്രഹിക്കാത്ത ഭാഷയുടെ സ്ഥാനത്ത് കാല് ആശ്രയമായി അണയുന്നവർക്ക് അനുകൂലനായിട്ടുള്ള അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലനായിട്ടുള്ള ആ പരമേശ്വരനെ പാലിക്കണം. ആ പ്രാർത്ഥനയുടെ അവസാനം വളരെ ഭംഗിയായിട്ട് ഗുരുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. മാനുള്ള തുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിഞ്ഞു നിരർത്ഥധ്വനിയാണെന്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ഇതാണ് ഒരു ഭക്തൻ ഭഗവാനുമായിട്ട് സ്ഥാപിച്ചെടുക്കേണ്ട ബന്ധം എന്ന് പറയുന്നത്. ഒരു ഭക്തനും ഭഗവാനും നമ്മളെ ബന്ധം എങ്ങനെയായിരിക്കണം? നമ്മൾ പലപ്പോഴും ഭഗവാനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര പേടി. ഇപ്പൊ ഈ കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ ഈ ദൈവത്തെ പേടിപ്പിച്ചാണ് പലപ്പോഴും ദൈവത്തെ ആരാധിക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ശരിയല്ലേ? അയ്യോ അങ്ങനെ ദൈവം കോപിക്കും, ദൈവം ദേഷ്യപ്പെടും, ദൈവം ശപിക്കും, ദൈവം നമ്മളെ എന്താ പറയാ തെറ്റുകൾ ക്ഷമിക്കില്ല, അതികഠിനമായ ശിക്ഷ തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഭയത്തിന്റെ ഭാഷയിലാണ്, ഭയം കൊണ്ടാണ് ദൈവാരാധനയ്ക്ക് ഇറങ്ങിപ്പെടുന്നത്. ഇവിടെ ഗുരു പറയാണ്, മാനുള്ള തുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിഞ്ഞ നിരബ്ധധ്വനിയാണ് എന്റെ പുലവൻ. ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുമ്പോൾ ഇളയെന്ന് പറഞ്ഞ് കരയും. ഇളയത് കരഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭാഷയില്ല, അതിന് ആകെ അറിയാം ഈ കരച്ചിൽ മാത്രമാണ്. ഈ ഭാഷ മനസ്സിലാകുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതാർക്കാണ്? അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയ്ക്കറിയാം കൊച്ചിനിപ്പോ എന്താ വേണ്ടത്, മുലപ്പാലാണോ, അത് തലവേദനയാണോ, വയറുവേദനയാണോ, ഗ്യാസ് കെട്ടിയിട്ടാണോ, അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അംബാസമമിന്നൻ, ഒരമ്മയെ പോലെ അല്ലയോ ഭഗവാനെ എന്റെ പ്രാർത്ഥന കേൾക്കേണ്ടത്. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടാവും, എന്റെ വാക്കുകൾക്കകത്ത് അവ്യക്തത ഉണ്ടാവും. എന്റെ ഭാഷ ഇപ്പം അല്ലെ ഒരു കൊച്ചുകുട്ടിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷ പോലെ എന്റെ ഈ ഭാഷ അങ്ങ് മനസ്സിലാക്കണം. എന്റെ അപ്പം ഒരു ഭക്തനും ഭഗവാനും തമ്മിലുണ്ടാവേണ്ട ബന്ധം എന്ന് പറയുന്നത് ഒരമ്മയും കുഞ്ഞും പോലെയുള്ള ബന്ധമാണ്. അവിടെ കുഞ്ഞ് ഒരല്പം തെറ്റ് ചെയ്താൽ ഏതെങ്കിലും അമ്മ അല്ലെ ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ മൂത്രം ഒഴിച്ചാൽ, അപ്പിയിട്ടാൽ, അല്ലെങ്കിൽ അതിൽ കിടന്ന് ഉരുണ്ടാൽ, അല്ലെങ്കിൽ ആ അമ്മയെ കവിളിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ, അമ്മയുടെ ദേഹത്തൊന്ന് ചവിട്ടിയാൽ അമ്മ എന്ത് ചെയ്യും? വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കും. അപ്പൊ ഒരു കുഞ്ഞിന്റെ മനസ്സോടെ അവിടെ എന്നിട്ട് നമുക്കിതെല്ലാം ചെയ്യാവുന്നറിയാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം എത്ര വലുതാണ്, ഒരു കുട്ടി അമ്മയെ എത്രമാത്രം സമ്പൂർണമായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഒരു കുഞ്ഞ് അവന്റെ അമ്മയെ എത്രമാത്രം സ്വയം ആ മാതാവിൽ സമർപ്പിച്ചിരിക്കുന്നുവോ അതുപോലെ സാധാരണക്കാരായ നമ്മൾ ഈ ഭഗവാന്റെ മുമ്പിൽ സ്വയം സമർപ്പണത്തോടുകൂടി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ ഒന്നും ചോദിക്കാതെ തന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന പോലെ. അതാണ് ആ പിണ്ടം എന്ന് പറയുന്ന കൃതിയിൽ അത് വളരെ ഭംഗിയായിട്ട് വിജയൻ പറയുന്നുണ്ട്.
എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ, ഇവനിന്നെടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റണേ നീ. ഇല്ലാരും ഇങ്ങടിയനങ്ങടിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെഴുതിലേറി വരുന്ന ശംഭോ. എന്താണ് എടുത്തു ചൊല്ലേണമോ? അതാണ് നമുക്കൊക്കെ അങ്ങനെ ഒരു ഭക്തിയുടെ ഒരു 7 അയലൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഭഗവാൻ അറിയാവൂ എന്ന് വിചാരക്കാരാണ്. ശരിയോ തെറ്റോ? നിങ്ങളെല്ലാവരും നമ്മളോട്, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയുക, അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വലിയ ലിസ്റ്റ് കൊണ്ടുവരും. എഴുതിക്കൊണ്ട് വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എഴുതി കൊടുത്താൽ മതിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉപന്യാസങ്ങളിലേക്ക് വന്നേരെ. കാരണം വേണമെന്നില്ല, അത്രമാത്രം ആവശ്യങ്ങളും വേവലാതികളും പരാതികളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് എഴുതി കൊടുത്താൽ ഇവിടെ കൊണ്ടിട്ടാൽ വായിക്കുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് നന്നായിട്ട് 1 by 1 ആയിട്ട് പറഞ്ഞത് ഏറ്റവും ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യം എന്താണ് അത് ആദ്യം അവതരിപ്പിക്കുന്നു. 2ാമത്, 3ാമത്, 4ാമത്, അങ്ങനെ കാര്യങ്ങളെല്ലാത്തിന്റെ ലിസ്റ്റ് അങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് പറയുന്നു എല്ലാത്തിനും കൂടി തലക്കുള്ളിൽ 10 രൂപ വെച്ചിട്ട് പറയുന്നു, ഇതുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണം. നോക്കൂ, ഒരു സാധാരണക്കാരന്റെ വിചാരം എന്താണ്? ഇത് കൊടുത്താൽ, ഈ കൈക്കൂലി കൊടുത്താൽ പ്രസാദിക്കുന്നവനാണ്. ശരിക്കും ഈ കൈക്കൂലി സമ്പ്രദായം ആരംഭിച്ചത് തന്നെ ഈ അമ്പലങ്ങളിലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം 10 രൂപയോ 1 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കണേ, നമ്മൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ പോയാൽ കൊടുക്കുന്നത് നമ്മുടെ പോക്കറ്റിന്റെ ഏറ്റവും വലുതോ ഏറ്റവും ചെറുതോ? ഏറ്റവും വലുതോ ഏറ്റവും ചെറുതോ? ഇന്ന് ഭിക്ഷക്കാർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു പേഴ്സിൽ പ്രത്യേകം കരുതൽ, ഒരു നാണയത്തൊട്ട് 1 രൂപ 2 തൊട്ട് അതേ തൊട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത്. കാരണം അത് ഒരു കിലുക്കം ഇവിടെ കൊടുത്താലേ നമുക്കൊരു സമാധാനമാവുള്ളൂ. ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇന്ന് 10 രൂപ അല്ലെങ്കിൽ 12 രൂപ മിനിമം വേണമെന്ന് അറിയാം. പക്ഷെ അതിനുള്ളതുപോലെ നമ്മൾ കൊടുക്കാറില്ല. കൊടുക്കുന്നത് നമ്മുടെ ഉള്ളതിലെ ഏറ്റവും ചെറുത് കൊടുക്കുന്നു. ചോദിക്കുന്നതോ ഒരു അമ്പലത്തിൽ പോയി ശാന്തിക്കാരുടെ കയ്യില് ഒരാള്, ഒരു ഭക്തൻ 10 രൂപ ദക്ഷിണ കൊടുത്ത് പറഞ്ഞു, ഒരു പുഷ്പാഞ്ജലി, ഒരു ധാര, ഒരു വിളക്കിലടിക്കാനുള്ള എണ്ണ, ബാക്കിയുള്ളത് ദക്ഷിണ എടുക്കുക പറഞ്ഞ ശാന്തി പറഞ്ഞു. ബാക്കിയുള്ള ദക്ഷിണ വേണ്ട, കൊടിമല സ്വർണ്ണം പൂശിയേക്കാന്ന് പറഞ്ഞ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിസ്സാരമായ കാര്യത്തിൽ നമ്മൾ കാര്യങ്ങളാണ് വേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വന്നത്, ഇവിടെ ഗുരുദേവൻ നമുക്ക് തരുന്ന ഭക്തിയുടെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. എന്താണ്? എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ. എടുത്തു പറയാതെ തന്നെ എന്റെ കാര്യങ്ങൾ ഭഗവാൻ അറിയും എന്ന മനസ്സ് നിങ്ങളിൽ എത്ര പേർക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഭക്തിയുണ്ട്. അവരെ ഭക്തരായിട്ടുള്ളൂ. ഏതാ? ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ അവിടുത്തെ സന്നിധിയിൽ വന്ന് ആ സന്നിധിയിൽ ഒന്ന് വന്നാൽ മാത്രം മതി. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയൻ ഒക്കെയുമങ്ങ് ശംഭോ. അങ്ങനെ തോന്നണമെങ്കിൽ എന്താ വിചാരമാണെന്നറിയാമോ? നമ്മളിപ്പോ വിചാരിക്കുന്നു എല്ലാം പറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതെന്താണ്? നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലം. അമ്മയുടെ വയറ്റിൽ 9 മാസം 9 ദിവസം കിടന്നവരാണോ ഈ ഇരിക്കുന്നവരെല്ലാം? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ഗർഭപാത്രത്തിൽ അമ്മയുടെ ഫ്ലൂയിഡിനകത്ത് എന്താ പറയാ, ഒന്നും പറയാൻ മേലാതെ ഇങ്ങനെ മുക്കിക്കൂടെ ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ 9 മാസം 9 ദിവസം കിടന്നപ്പോൾ എത്ര പേര് നേർച്ച നേർന്നു? ദൈവമേ, എനിക്ക് നല്ല സുന്ദരമായ മുടിയും പല്ലും മുഖവും വന്നാൽ ഞാനൊരു വഴിപാട് പ്രത്യേകം നടത്തിയേക്കാമേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ. ഇല്ലെങ്കിൽ എന്റെ കൈക്കും കാലിനും ഒന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ, എനിക്ക് നല്ല ബുദ്ധി തന്നെ, ഞാൻ ഇവിടെ ജനിച്ചു കഴിയുമ്പോൾ നല്ല പൊക്കവും തൂക്കം ഉണ്ടാവണേ. ആരെങ്കിലും പ്രാർത്ഥിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾക്ക് ഇന്ത്യ കാണുന്ന ഈ ശരീരവും മനസ്സും ബുദ്ധിയും നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയതാണോ? അല്ല. അത് ആര് തന്നു? ചോദിക്കാതെ തന്ന ഒരുവനുണ്ട്, ഇല്ലേ? ആ തന്നത് വെച്ച് കുറെ കാര്യങ്ങളെ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയതെല്ലാം നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതാണോ? അല്ല, ചോദിക്കാതെ വന്നവനാണ്. അപ്പോ ആ ചോദിക്കാതെ 10 മാസം കാത്തു പരിപാലിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇന്ന് ഈ നിമിഷം വരെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചത് കൊണ്ടാണോ? ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നെണീറ്റത്, ഇന്നലെ പ്രത്യേക ശുപാർശ ചെയ്തത് വല്ലതും ആണോ? അല്ല. നമുക്ക് എല്ലാം ചോദിക്കാതെ അറിഞ്ഞ് അമ്മയെപ്പോലെ ഒരു കുഞ്ഞിനോടെന്ന വണ്ണം, അതുമല്ലെങ്കിൽ ചോദിക്കാതെ തരുന്നവനാണ് ശരിയായ ജഗദീശ്വരൻ എന്ന ബോധ്യമാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ അലങ്കാരങ്ങൾ മാത്രമാണ്. നിങ്ങൾ അണിയുന്ന കുറികളോ നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളോ നിങ്ങളുടെ ബാക്കി എല്ലാ അലങ്കാരങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഭക്തൻ ഉണ്ടാവേണ്ടത് ഈ ഒരു ബോധ്യമാണ്. ഏതാ? എല്ലാം അറിയുന്നവനാണ് ഞാൻ വിളിക്കുന്ന സർവേശ്വരൻ. അവനോട് ഞാൻ ഒന്നും എടുത്തു പറയേണ്ടതില്ല.
ഈ ബോധ്യത്തിലേക്ക് നമ്മളെ ഉയർത്തുക. അതിനുവേണ്ടിയാണ് മഹാഗുരു കുറെയേറെ സാത്വികമായ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു തന്നു. സാത്വികമായ ആരാധനാലയങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അമ്പലങ്ങളുടെ പ്രയോജനം എന്താണ് ഗുരുവിനോട് ചോദിച്ചു. ഈ അമ്പലങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പ്രയോജനം എന്താണ് പറഞ്ഞു. അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുമല്ലോ, അവരുടെ മനസ്സിൽ നല്ല വിചാരങ്ങൾ ഉണ്ടാകുമല്ലോ, പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ സാത്വികമായ ചിന്തകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ ആളുകൾ ഒരുമിച്ചുകൂടി നല്ല വിചാരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ രോഗശാന്തികൾ സംഭവിക്കുമല്ലോ. ശ്രീനാരായണ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള ആരാധനാലയങ്ങൾ 1888 അരുവിപ്പുറം തൊട്ട് സ്ഥാപിച്ച ഉല്ലരയിലെ ഓംകാരേശ്വര പ്രതിഷ്ഠയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ആരാധനാലയ സംവിധാനത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ശുദ്ധമായ ഭക്തിയെയാണ് നമ്മുടെ ഉള്ളിൽ നിറച്ചുവെച്ചത്. അതൊരിക്കലും നമ്മളെ തെറ്റായ ആരാധനാ സംവിധാനത്തിലേക്കല്ല കൂട്ടിക്കൊണ്ടു പോകേണ്ടത്, ഉദാത്തമായ ഭക്തിയുടെ തലങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകേണ്ടത്. സാധാരണ ഒരിടത്തും ദൃശ്യമാവാത്ത തരത്തിലുള്ള ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളെയാണ് ഗുരുദേവൻ തന്റെ ക്ഷേത്രങ്ങളിലൂടെ അവിടുത്തെ പൂജാവിധികളിലൂടെ നമുക്ക് സ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് ആ ഭക്തന്മാർക്ക് ഭക്തിയുടെയും അറിവിന്റെയും ഏറ്റവും ഉന്നതമായ പടികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ 65 പരം കൃതികളെയും എഴുതി തന്നത്. ഓരോ കൃതികളെയും എടുത്ത് പഠിക്കുമ്പോൾ ആ കൃതികളെ എല്ലാം ഉള്ളിലിരിക്കുന്ന പരമചൈതന്യം ഒന്നു തന്നെയാണ്. ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഗുരുദേവൻ ഇത്രയും അമ്പലങ്ങളില് ഒരുപാട് ദൈവങ്ങളെ വെച്ചത്? ചിലർക്ക് ഗണപതി, ചിലർക്ക് ദേവി, ചിലർക്ക് ശിവൻ, ചിലർക്ക് സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ പല ദൈവങ്ങളെ വെച്ചിട്ട് ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് പലർക്കും ഒരു തോന്നലുണ്ടാവാം. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഓരോ വിഗ്രഹങ്ങളും ഓരോ ക്ഷേത്രങ്ങളും അവിടെ ഗുരു പ്രതിഷ്ഠിച്ചത് ആരെയാണ്? ഗുരു പ്രതിഷ്ഠിച്ചത് ആരെയാണ്? ഒരമ്പലത്തിൽ അരിപ്പുറത്ത് ശിവനെ വെച്ചു എന്ന് നമ്മൾ പറയാം. അവിടെ ശിവനെയാണോ യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിച്ചത്? അവിടെ ശിവനെയാണോ യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിച്ചത്? ഓരോ പ്രതിഷ്ഠയുടെയും സങ്കല്പം എന്ന് പറയുന്നത് ഗുരുവിന്റെ തന്നെ ആത്മസ്വരൂപത്തെയാണ് ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചത്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അരുവിപ്പുറത്ത് ശിവനായിട്ടും, കുന്നുംപാറയിൽ സുബ്രഹ്മണ്യനായിട്ടും, വർക്കലയിൽ ശാരദയായിട്ടും, കുദ്രോളിയിൽ ഗോകർണനാഥനായിട്ടും ഇരിക്കുന്നത് ആരുടെ ആത്മസ്വരൂപം? ആരുടെ ആത്മസ്വരൂപം? ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മസ്വരൂപങ്ങളാണ്. അല്ലാതെ നമ്മളിപ്പോ പ്രത്യക്ഷത്തിൽ ശിവനാണ്, ഗണപതിയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും തന്റെ ആത്മാവിന്റെ തന്നെ സാക്ഷാത്കാരമാണ് ഗുരു തന്റെ വിഗ്രഹ ഭാഷയിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഏത് വിഗ്രഹത്തിൽ നോക്കിയാലും നമ്മളെല്ലാം കാണുന്ന ഒരേയൊരു ആത്മസ്വരൂപത്തെ തന്നെയാണ്. സർവഭൂതവും ആത്മാവിനെയും അങ്ങനെ ഈ ആ കൃതികളെടുത്ത് ഇപ്പൊ വിനായകാഷ്ടകം നമദേവൃന്ദം രസവേദകന്ധം ശിരശ്രീമതിന്ദും ശ്രീതശ്രീ മുകുന്ദം ബൃഹച്ചാരുകുന്ദം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഷ്ടസന്തം. കേട്ടോ, നമ്മൾ പ്രത്യക്ഷത്തിൽ ഇത് ഗണപതിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഗണപതിയെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് തോന്നും. പക്ഷെ ആ വരികളിലേക്ക് അർത്ഥമെടുത്ത് നോക്കൂ. നമ്മ ദേവവൃന്ദം, ദേവന്മാര് മുഴുവൻ നമിക്കുന്നവൻ. ലസത് വേദഗന്ധം, വേദങ്ങൾ 4ന്റെയും ആധാരമായിരിക്കുന്നവൻ. വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, ആയുർവേദം. ചിലർക്ക് അതൊക്കെ സംബന്ധിച്ചു. അഥർവവേദം 4 വേദങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ. ശിരശ്രീമതിന്ദും, ശിരസിൽ ശ്രീമത്തായ ഇന്ദുവിനെ ചൂടിയിരിക്കുന്നവൻ. ഇന്ദു ആരാണ്? ഇന്ദു ചന്ദ്രക്കര. ശിരസിൽ ശ്രീമത്തായ ചന്ദ്രക്കരാണ് ഇരിക്കുന്നവൻ. അത് ഏത് ദേവനാണ്? അല്ല, ഗണപതിയുടെ ചിത്രത്തെ നോക്കിയിട്ട് പറയാണ് ശ്രീതശ്രീ മുകുന്ദം, സാക്ഷാൽ മുകുന്ദൻ പോലും പരിസേവിതനായിരിക്കുന്നവൻ. ബൃഹച്ചാരുത്തുന്തം, വലുതായ മനോഹരമായ കുടവയറോട് കൂടിയവൻ. സ്തുതശ്രീ സനന്ദം, സനകൻ, സനന്ദൻ, സനത്കുമാരൻ തുടങ്ങിയ മുനിമാരൻ സ്തുതിക്കപ്പെടുന്നവൻ. ജഡാഹീന്ദ്രകുന്ദം, ജഡയിൽ കുരുക്കുത്തി മുല്ലപ്പൂമാല പോലെ പാമ്പിനെ ചൂടിയിരിക്കുന്നവൻ. അതാണ് നോക്കൂ കേട്ടോ. ഭജേ അഭീഷ്ടസന്ധം. ഇങ്ങനെ എല്ലാമുള്ള വിനായകനെ ഞാൻ ഭരിക്കുന്നു പറയുമ്പോൾ അത് കേവലം ഒരു ഗണപതി സങ്കല്പം മാത്രമാണോ? ആണോ? അല്ല. നോക്കൂ, അതാണ് എല്ലാ വേദങ്ങളുടെയും ആധാരമായിരിക്കുന്നവൻ. വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ട് ജയിപ്പോ. തന്റെ ആത്മസ്വരൂപത്തിന്റെ ആവിഷ്കരണങ്ങളാണ് ഗുരുവിന്റെ പ്രതിഷ്ഠകളും ഗുരുവിന്റെ പല 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 കൃതികൾ. ഇപ്പൊ നോക്കൂ, നമ്മുടെ വളരെ കടുകട്ടിയായ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയുണ്ട്, ബാഹുലേയ അഷ്ടകം. വായിച്ചിട്ടില്ലേ? ഓം ഓം ഓം
ഹോമധൂമ പ്രകടതട ജടാഗോളി ഭോഗി പ്രപൂരം അം 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 ആദിതേയ പ്രണത പദയുഗാം ഭോരുക ശ്രീവിലാസം ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്ത ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. 8 ഘടിയാണ് അത് പറയണം. ഹോമധൂമ പ്രകടതട ജടാഗോളി ഭോഗിപ്രപുരം. ഈ ബാഹുലേയനാണ് ശരിക്കും ബാഹുലേയൻ സുബ്രഹ്മണ്യനാണ്. പക്ഷെ ഇവിടെ പറയാണ് ഹോമകുണ്ടത്തിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്ന പോലെ ഹോമധൂമം പോലെ പ്രകടമായ ആ ജടക്കെട്ടിൽ ആ ജടാഗോളിയിൽ പാമ്പിനെയാണ് ഇരിക്കുന്നത്, ഭോഗിയെ തൂങ്ങിയിരിക്കുന്നവൻ. അതാരാണ്? അത് സുബ്രഹ്മണ്യനാണോ? ആ ആദിതേയ പ്രണത പദയുഗാം ഭൂരിത ശ്രീവിലാസം. സാക്ഷാൽ സ്ത്രീ ലക്ഷ്മി ദേവിയാൽ പരിശോഭിക്കപ്പെടുന്നവൻ. അതാരാണ്? ലക്ഷ്മി ദേവിയാൽ പരിശോഭിക്കപ്പെടുന്നവൻ. കേട്ടോ? അപ്പൊ നോക്കിക്കേ, ഗുരുവിന്റെ ഏത് കൃതികളെയും എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്തെല്ലാം ഒഴുകി പറയുന്ന ഭാഷയുടെ ആത്യന്തികമായ സത്യം. ഇത് നിങ്ങൾക്ക് ഇത് മാത്രമല്ല മറ്റേത് കൃതികളെയും എടുത്ത് ഇങ്ങനെ താരതമ്യം പഠിക്കുമ്പോഴാണ് തന്റെ തന്നെ ആത്മസത്തയുടെ തന്റെ തന്നെ ആത്മസ്വരൂപത്തിന്റെ ആവിഷ്കരണങ്ങളാണ് ഗുരുവിന്റെ കൃതികൾ, ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. അപ്പൊ ഗുരു പല ദൈവങ്ങളെയാണോ പ്രതിഷ്ഠിച്ചത്? അതെയോ? അല്ല, പലതിൽ നിറഞ്ഞിരിക്കുന്ന, അതായത് ഇപ്പൊ ഇവിടെ ഈ ചേച്ചിയുടെ കയ്യിൽ സ്വർണ്ണ വളയുണ്ട്, അവിടെ സ്വർണ്ണ മോതിരമുണ്ട്, അവിടെ സ്വർണ്ണ മാലയുണ്ട്, സ്വർണ്ണ മുക്കുത്തിയുണ്ട്, സ്വർണ്ണ അരങ്ങാനുണ്ട്. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ സ്വർണത്തിന്റെ പല പല രൂപങ്ങൾ, ഒരേ സ്വർണം തന്നെയാണ് പലതായിരിക്കുന്നത് പോലെ ഒരേ സത്യം തന്നെയാണ് പലതിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന പരമമായ ബോധ്യമായിരുന്നു ഭക്തിയിലൂടെ സാധാരണക്കാരിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ പ്രദാനം ചെയ്തത്. അങ്ങനെ ആ ഭക്തിയുടെ പരമമായ പടികളിലൂടെ കടത്തുകയും ഒപ്പം സംഘടനാപരമായി ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഒപ്പം വിദ്യാഭ്യാസം കൊണ്ട് സ്വാതന്ത്ര്യത്തെയും പ്രബുദ്ധതയെയും ആർജിക്കുകയുമാണ്. അങ്ങനെ ഒരു വ്യക്തി തന്റെ ജീവിത വിജയം നേടിയെടുക്കണം. അവൻ ഏത് രൂപത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, അവൻ സന്യാസി ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, അവൻ നേതാവായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, എങ്ങനെയൊക്കെയാണ് നിങ്ങളിപ്പോ ഇന്നായിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയിൽ ജീവിത വിജയം നേടിയെടുക്കണം. അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുവിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ തോറ്റുപോകാൻ പാടില്ല. നിങ്ങൾ ഇന്ന് കർഷകനാണോ, വ്യവസായിയാണോ, കച്ചവടക്കാരനാണോ, ശാസ്ത്രജ്ഞനാണോ, അധ്യാപകനാണോ, സന്യാസിയാണോ, വിദ്യാർത്ഥിയാണോ, ഒരു കുടുംബിനിയാണോ, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വിജയിക്കണം. അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ജീവിത പാഠം എന്ന് പറയുന്നത്. ഞാനിത് പറയാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും ആത്മഹത്യക്ക് അതിരുകളില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് ഓരോ ദിവസവും പത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്ന അത്രയും നമ്മൾ ഈ ആത്മഹത്യയുടെയും ദുർമരണങ്ങളുടെയും വാർത്തകളാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായ ചിന്തകൾ മാത്രം പ്രദാനം ചെയ്യുന്ന വാർത്തകളാണ് ഭൂരിപക്ഷവും നമ്മൾ കണ്ടുവരുന്നത്. അതും കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ല മറ്റൊരു വാർത്ത, മൊബൈല്, അമ്മ പറഞ്ഞു മോളെ മൊബൈല് എപ്പോഴും എടുത്ത് കളിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അവർ ഇന്റർനെറ്റിന്റെ അടിമകളായി മാറി എന്നുള്ളതാണ്. ശരിയോ തെറ്റോ ഞാൻ പറയുന്നത്? ഞാനൊരു അധ്യാപകനാണ്, കഴിഞ്ഞ 28 കൊല്ലങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ഈ കോവിഡ് ആരംഭിച്ചപ്പോ ആദ്യം സാറന്മാരെല്ലാം ക്ലാസ്സിൽ പിള്ളേരെ ചോദിച്ചു, എന്താണ് ആരെയൊക്കെ വീട്ടിൽ ടി വി ഇല്ല, അപ്പൊ പിള്ളേരെല്ലാം കൈകൊണ്ടി. അതിനു മുൻപ് വരെ നമ്മളെ കാണാൻ വേണ്ടി വരുന്ന അമ്മച്ചിമാര് സാറന്മാരോട് പറയുന്ന ഏറ്റവും വലിയ പരാതി എന്നായിരുന്നു? ഈ കോവിഡ് മുമ്പ് വരെ പറയുന്ന ഏറ്റവും വലിയ പരാതി, കൊച്ചെപ്പോഴും കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കണം, കൊച്ചെപ്പോഴും കൊച്ചു ടി വി കാണും. അപ്പൊ ഞങ്ങൾ പിള്ളേരെ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് അമ്മച്ചിമാരോട് പറയും, നിങ്ങൾ കൊച്ചു ടി വി കൊണ്ട് കട്ട് ചെയ്തേ, കൊച്ചു ടി വി കട്ട് ചെയ്തേ. അപ്പൊ അമ്മച്ചിമാരെ കേബിളുകാർ പറഞ്ഞ് കൊച്ചു ടി വി കട്ട് ചെയ്യുന്നു, അവൻ വേറെ കഴിയുന്നത് വീണ്ടും എടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കുട്ടികളെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോ ആദ്യം ചോദിച്ചത് ആരുടെ ടി വി ഇല്ല, കുറച്ചൊരു കൈവക്കി. അപ്പൊ തന്നെ നമ്മൾ ചെയ്തു, ടി വി എല്ലാം വേണ്ടി വീട്ടിലുള്ള സെറ്റ് ചെയ്ത് കൊടുത്തു. വിക്ടേഴ്സ് ചാനൽ ക്ലാസ് വരും, ക്ലാസ് കൂടിക്കണം. പിള്ളേർക്കെല്ലാം വലിയ സന്തോഷമായി. അങ്ങനെ അവര് കൊച്ചു ടിവിയും വിക്ടേഴ്സ് ചാനലും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ടി വി കൊണ്ട് മാത്രം കാര്യമില്ല, ആർക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, അടുത്തുണ്ട്. അപ്പൊ എല്ലാവരും കുറച്ചൊരു കൈകൊട്ടി. അവർക്കൊക്കെ എല്ലാ സന്നദ്ധ സംഘടന സഹായത്തോടുകൂടി
ഫോൺ മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഇന്റർനെറ്റില് പാഠങ്ങൾ വരും, വാട്സാപ്പിൽ നോട്ടുകൾ വരും, അതെല്ലാം എഴുതിയെടുത്തോളം അങ്ങനെ ഒരു ഫോൺ മേടിച്ചു. ഈ ഫോൺ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, കൊച്ചു ടി വി എന്നാ മാന്യനായിരുന്നു അല്ലെ. വല്ല പരാതി ഉണ്ടായിരുന്നു അവനെ കുറിച്ച്. ദൈവമേ, ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ കൊച്ചു ടി വി കണ്ടോ, ജീവിതകാലം മൊത്തം കണ്ടോ, എന്നാലും ഇതിലേക്ക് ഒരു പരിധിക്കുള്ളിൽ പോകരുതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ. അത്രമാത്രം കുട്ടികൾ ഇതിന് അഡിക്റ്റഡ് ആയിട്ട് മാറി. ഞാന് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് ദൈനംദിനം പിള്ളേര് വരാറുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്റെ ക്ലാസ്സിലെ എന്റെ വീട്ടിലെ കൊച്ചുകുട്ടി ഇതൊന്നും അറിയത്തില്ലല്ലോ, എന്റെ കൊച്ചുകുട്ടി നിഷ്കളയാണ്. 1ാം ക്ലാസ്സുകാരൻ പോലും ഇനി ഇതിനകത്ത് അറിയാത്ത ലോകങ്ങളൊന്നുമില്ല. ഒരു 1ാം ക്ലാസ്സുകാരന്റെ പോലും മനസ്സ് അത്രമാത്രം മാറിക്കഴിഞ്ഞു. അത്രമാത്രം അവന്റെ മനസ്സിലേക്ക് നെഗറ്റീവായ അറിവുകൾ. ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, നന്മയുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ആപത്താണ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ഒരു പക്ഷേ ഇതിനകത്തെ ചതിക്കുഴികളെ അറിയാമായിരിക്കാം. എന്നിട്ട് പോലും നമ്മൾ പലരും പെട്ടുപോകും അല്ലെ. എന്നിട്ട് പോലും മുതിർന്ന ആളുകൾ പലരും ഇതിനകത്ത് പെട്ടുപോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ കൊച്ചുകുട്ടിയുടെ കാര്യം പറയണോ? അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഇന്ന് കുടുംബത്തിലെ കൂട്ടാത്മഹത്യകളിൽ പലരുടെയും കാരണം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു 9ാം ക്ലാസ്സുകാരി, അമ്മ വലിയ CBSE ICSE സിലബസിൽ വിട്ട് പഠിപ്പിക്കുന്ന കൊച്ചാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഫോൺ മേടിച്ചു വെച്ച് പൂട്ടി വെച്ചു. അമ്മ അടുക്കളയിലേക്ക് കഞ്ഞി കറി ഉണ്ടാക്കാൻ വേണ്ടി പോയി. കുട്ടി നേരെ മുറിയിൽ കയറി വാതിലടച്ചു. കഞ്ഞി കറി വെച്ചിട്ട് വിളിക്കാൻ വേണ്ടി വന്നപ്പോ വാതിൽ തുറക്കുന്നില്ല. നേരെ കുറെ വിളിച്ചിട്ട് തൊട്ടത് ചവിട്ടി പോയി സ്ഥലത്ത് കയറിയപ്പോ തലേദിവസം മേടിച്ചു കൊടുത്ത പുത്തൻ ചുരിദാറിന്റെ ഷാളിൽ മകള് തൂങ്ങി നിൽപ്പുണ്ട്. ഏക മകളാണ്. ഇത് ഒരു കാഴ്ചയാണോ? ഇതുപോലെ എത്രയോ കുടുംബങ്ങളിലാണ് ഇങ്ങനെ ഇത് കുടുംബങ്ങളെ തകർത്ത് കളയുന്നത്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കെല്ലാം അറിവില്ലാത്തതുകൊണ്ടല്ല, മറ്റൊരറിവിന്റെ കുറവാണ്. തിരിച്ചറിവ് എന്ന് പറയുന്ന അറിവ്, അതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. സാധാരണ അറിവ് കിട്ടാൻ ഫിസിക്സും കെമിസ്ട്രിയും മലയാളവും കണക്കും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചാൽ മതി. ഈ തിരിച്ചറിവ് എവിടുന്ന് കിട്ടും? അത് സ്കൂളിൽ നിന്ന് കിട്ടുമോ? ഇല്ല. സ്കൂളിൽ ഞങ്ങൾക്കൊക്കെ ഉള്ളത് കുറെ വിഷയങ്ങൾ പഠിപ്പിക്കുക, മാർക്ക് മേടിക്കുക, മാർക്ക് മേടിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കൊച്ചിനെ ജയിപ്പിക്കുക. അത് മാത്രമാണ് സ്കൂളിലെ അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത്. തിരിച്ചറിവുണ്ടാകാൻ എന്ത് ചെയ്യണം? ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിച്ചേരണം. അതാണ് പ്രാർത്ഥന ആദ്യം എവിടെ എത്തിച്ചേരേണ്ടത്? എല്ലാ വീടുകളിലും ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന വീട്ടിൽ മാത്രം മതിയോ? ഓരോ ഹൃദയത്തിലേക്കും പ്രാർത്ഥന എത്തിച്ചേരണം. അപ്പൊ അങ്ങനെ ഈശ്വര പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും ആ ആത്മീയമായ അറിവിന്റെയും വഴിയാണ് നമ്മൾ ആദ്യം കുട്ടികൾക്കും മുതിർന്നവർക്കും തിരിച്ചറിവുണ്ടാക്കാനായി കൊടുക്കേണ്ടത്. അതാണ് ശരിയായ തിരിച്ചറിവിന്റെ മാർഗം ഉണ്ടാകുവാൻ ഈ ഭക്തിയുടെ മാർഗം സ്വീകരിക്കണം. എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഭക്തിയെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഗുരുദേവൻ പറഞ്ഞ ബ്രഹ്മയജ്ഞത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ എന്ത് യജ്ഞമാണ് ശരിക്കും? ബ്രഹ്മയജ്ഞം, ഭാഗവത സപ്താഹ യജ്ഞം, ദേവി ഭാഗവത നവാഹ യജ്ഞം, മഹാശിവപുരാണ യജ്ഞം, നാട്ടിൽ അമ്പലങ്ങളിലൊക്കെ വലിയ 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 യജ്ഞങ്ങൾ നടക്കാറുണ്ട്. നമുക്കൊക്കെ യജ്ഞം തുടങ്ങിയാൽ നല്ല സന്തോഷമാണ്. എന്നാ കാര്യം? ഗ്യാസിനൊക്കെ വലിയ വിലയാണ്. അത് ശരി, ഇപ്പൊ യജ്ഞം തുടങ്ങി 7 ദിവസം സുഖകരമായ കാലമാണ്. എന്താ പ്രയാസമിരിക്കുന്നത്? രാവിലെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ ഒരു സ്ഥലത്ത് യജ്ഞത്തിന് പോകുമ്പോഴല്ലോ വൈകിട്ട് പാഴ്സലൂടെ തന്നുവിടും. ആ കുടുംബസമേതം പറഞ്ഞു അതിന് വേണ്ടിയാണ്. അല്ലെ വൈകിട്ട് ഇവർ ഭക്ഷണം നേരത്തെ പോകും. അതുകൊണ്ട് അതും കൂടെ കൊടുത്തുവിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഭക്തിയിൽ ലയിച്ചിരിക്കുക എന്നുള്ള ഒരവസ്ഥയെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പെടാപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല, ദൈവികമായ അറിവിനെ നേടുക, ദൈവികമായ അറിവിനെ ആർജിക്കുക. അതാണ് ബ്രഹ്മയജ്ഞം എന്ന യജ്ഞത്തിന്റെ ഏറ്റവും കാതലായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ദിവസേന ചെയ്യേണ്ടതാണ്. ആ ബ്രഹ്മയജ്ഞം ഒരു ദിവസമോ ഒരു മണിക്കൂറോ മാത്രമല്ല, ദിവസേന ചെയ്യേണ്ടതാണ്. അതിന് യഥാർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ അത്യാവശ്യം കൃതികളും സ്തുതികളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ദൈവികമായ അറിവിനെ ആർജിക്കാനുള്ള വഴി സ്വീകരിക്കണം. ദൈവികമായ അറിവിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കുള്ളൂ. ഒരു ചൊല്ലുണ്ടല്ലോ, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അറിയണം. ഈ ദൈവികമായ അറിവിന് എന്താ വഴി? ദൈവികമായ പുസ്തകങ്ങൾ വായിക്കണം. അതാണ് ദൈവികമായ പുസ്തക പാരായണം
ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ വീടുകളിൽ എന്റെ ഒരു അഭ്യർത്ഥന ഇതാണ്: ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളുടെ അർത്ഥമെഴുതിയ പുസ്തകം ഒരെണ്ണം ഉണ്ടാവണം. ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികളുടെ അർത്ഥമെഴുതിയ പുസ്തകം. എന്നിട്ടോ ആ പുസ്തകം അത്യാവശ്യം നിങ്ങൾ പ്രാർത്ഥനകളും കൃതികളും നാമങ്ങളും ഒക്കെ ചൊല്ലിക്കഴിയുമ്പോ മക്കളോട് പറഞ്ഞ, മോനെ ആ പുസ്തകം എടുത്തേ, ഗുരുദേവന്റെ പുസ്തകം, എന്നിട്ട് അതിലെ 4 വരി വായിച്ചേ. ആത്മോപദേശ ശതകം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തു ഉജ്ജ്വലിക്കും, കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി തെരുടരെ വീണു വണങ്ങി ഓതിടേണം. ആ കരുവിന് കണ്ണുകൾ 5 ഉള്ളിലേക്ക് തിരിച്ച് ആ വീണ് വണങ്ങുന്ന വിദ്യ എങ്ങനെയാണെന്ന് ആ കൃതിയിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചേ. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ. ഒരു പക്ഷെ നമുക്ക് ചൊല്ലാൻ അറിയാമായിരിക്കാം. ആത്മോപദേശത്തിന്റെ 100 ഖണ്ഡികയും നമുക്ക് ചൊല്ലാൻ അറിയാം. അതിന്റെ ആഴങ്ങളിലേക്ക് അറിയി ചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? ദൈവദശകം എല്ലാവർക്കും ചൊല്ലാൻ അറിയാം. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങും ചൊല്ലാൻ അറിയാം. എത്ര പേർ അറിഞ്ഞു? ചൊല്ലാൻ പഠിച്ചാൽ മാത്രം അറിയലാകുമോ? ചൊല്ലാൻ പഠിച്ചാൽ മാത്രം അറിയലാകുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ അറിയലാണ് പരമപ്രധാനം. ഇത് ചൊല്ലാൻ ചത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? പക്ഷെ ഇതിനെ അറിയലാണ് പരമപ്രധാനം. ബ്രഹ്മൈവ ഭവതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ബ്രഹ്മയജ്ഞത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇത് എല്ലാ മതത്തിന്റെയും ഭാഗമാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെല്ലു, വൈകിട്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവെയൊക്കെ ചൊല്ലി അവർ കുരിശ് വരയ്ക്കുന്നു. കുരിശ് വരച്ചിട്ട് പരസ്പര സ്തുതി പറഞ്ഞ് എഴുന്നേറ്റ് പോകണം ചെയ്യുക. അല്ല, ബൈബിൾ എന്ന അവരുടെ വേദഗ്രന്ഥം എടുക്കുന്നു. ആ വേദഗ്രന്ഥത്തിലെ ഒരു സുവിശേഷം വായിക്കുന്നു. ഒരാൾ വായിക്കുമ്പോൾ ബാക്കി എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. എന്നിട്ടാണ് അവർ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ശരിയോ തെറ്റോ? ഏതൊരു ഇസ്ലാമിക മുസ്ലിം സഹോദരന്റെ വീട്ടിൽ നിങ്ങൾ ചെല്ലു, അവൻ 5 നേരവും നിസ്കരിക്കുമ്പോൾ പരിശുദ്ധ ഖുറാനിലെ വരികൾ അവൻ അത് ചൊല്ലുന്നു. ആ വരികളുടെ അർത്ഥത്തെ അവൻ ധ്യാനിക്കുന്നു. അതിനുശേഷമാണ് അവന്റെ നിസ്കാരം പൂർണ്ണമാകുന്നത്. ശരിയോ തെറ്റോ? അതെ. നമ്മൾ മാത്രമാണ് കുറെ പ്രാർത്ഥനകൾ ചൊല്ലി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് എളുപ്പവഴി ക്രിയ ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു വിഭാഗം. അപ്പൊ നമ്മള് ദൈവത്തെ അറിയുന്നില്ല. അതാണ്, നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തെ നമ്മൾ അറിയുന്നില്ല. ഈ ദൈവികമായ അറിവിന്റെ ഉറവിടമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്നത്. ആ 65 കൃതികൾ ഒരു ജന്മം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് അന്ന് ഒട്ടും വൈകാതെ ആരംഭിക്കാം. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ ജന്മം സഫലമാക്കിടുവാൻ. ഈ മനുഷ്യജന്മം സഫലമാക്കാൻ അതേ ഉള്ളു വഴി. അപ്പോ അതിലേക്ക് അറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അങ്ങനെ ഇന്ന് ആത്മോപദേശത്തിന്റെ 1 ഖണ്ഡിക വായിച്ചു, അതിന്റെ അർത്ഥത്തെ ധ്യാനിക്കുന്നു. നാളെ 2ാമത്തെ ഖണ്ഡിക വായിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്കൊന്നും മനസ്സിലായില്ലെന്ന് വരും, ചിലപ്പോൾ മുതിർന്നവർക്കാർക്കും അതിന്റെ ആഴകളിലേക്ക് അറിയിച്ചെല്ലാൻ പറ്റില്ല വരും. പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് ഇതൊരു തപസ് പോലെ മുന്നോട്ട് പോകുമ്പോൾ, ഇത് ഒരു നിരന്തരമായ പ്രക്രിയയായി കഴിയുമ്പോൾ തന്നെ ആ അറിവ് നമ്മൾ രുചിക്കാൻ ആരംഭിക്കും. തനിയെ ആ അറിവ് നമ്മൾ തെളിയാൻ ആരംഭിക്കും. ഒരു പരീക്ഷ നോക്കും പ്രിയപ്പെട്ടവരെ. ഞാൻ വെറുതെ പറയില്ല, ചിലത് പറയാറുണ്ട് ഗുരുദേവന്റെ കൃതികളൊക്കെ കടുകട്ടിയാണ്, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണ്, സംസ്കൃതമാണ്, അത് വലിയ വേദാന്തികൾക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെ ഒരു വിചാരം ഉള്ളതുകൊണ്ട് തന്നെ പലരും ഈ കടുകട്ടിയായ പാട്ടുകളൊക്കെ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു. കുടുംബയോഗത്തിലൊക്കെ നിങ്ങൾ മാതൃഭാഷ ചൊല്ലാറുണ്ടോ? ശ്രീമത് ശങ്കരപാണി പല്ലവകിരല്ലോലംബമാലോ ലസൻ മാലാലോല കലാവകാല കദരി ആരാവലി ഭാസുരി കാരുണ്യാമൃത പാരിരാശി ലഹരി പീയൂഷവശാവലി ബാലാംബാലളിതാളകാമനുദിനം ശ്രീഭദ്രകാളി ഭജേ. ചൊല്ലാറുണ്ടോ? പാദവക്രജന പാലനാധിക പരായണ ഭവയാപക ഭൂതമാനസ പുരാണ പുരുഷ പുരന്തരാദി പുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാകൃത ശാത ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം. ദേവി പ്രണാമ. ദേവ്യഷ്ടകം ശാന്തം ശംഭു തനൂജം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോക ഗുണാതീതം ഗുരുണാതീതം വല്ലീ വത്സല ഭൃംഗാരണ്യക കാരുണ്യം വരകാരുണ്യം സേനാസാരമുദാരം പ്രണമത ദേവേശം ഗുഹമാവേശം ഗുഹ.
അഷ്ടകം ബ്രഹ്മമുഖാമര പണ്ഡിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ചിദംബര അഷ്ടകം. ഒരു കോടി ദിവാകരൊത്തുയരും പടി ആരോടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു പടിമെന്നുമിരുന്നു ഇളങ്ങിടണം. ഇടനേ ഇരു കൺമുന എന്നിലതിന്നടിയെന്നഭിലാഷം ഉമാപതിയെ ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിന്നിട ഇല്ല ഇരിപ്പതിലൊന്നിലുമേ. ചിജട ചിന്തനം. ഇങ്ങനെ മാറി 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 ഗുരുദേവ കൃതികൾ നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ചൊല്ലാറുണ്ടോ? അതോ ഇപ്പോഴും പണ്ട് കാർമ്മന്മാർ ചൊല്ലിത്തന്ന പ്രാർത്ഥനകൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇപ്പോഴും ചൊല്ലിക്കൊണ്ട് പോവുകയാണോ? ആണോ? മാറ്റം വരുത്തേണ്ടതല്ലേ? എന്താണെങ്കിലും ചിലരൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആരെങ്കിലും വന്നിട്ട് ഒരു പുതിയ പുസ്തകം എടുത്തിട്ട് ഹോമധൂമ പ്രകടന വേണ്ട വേണ്ട, അതൊന്നും ആ പാട്ട് ഇവിടെ വേണ്ട, എല്ലാവർക്കും അറിയാവുന്ന പോലെ പാട്ടുണ്ട്, അതും ചിരി കണ്ടാൽ അറിയാം, ചിരി കണ്ടാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പാട്ടൊക്കെ ഉണ്ട്, അത് മതി. കുറച്ച് പുത്തപ്പാട്ടുകൾ വന്നിരുന്നു. ഈ എല്ലാവർക്കും അറിയുന്ന പാട്ട് ഏതാണ്? കൊണ്ടുവാ തങ്കമയിലെ. അത് ഓർക്കുമ്പോ തന്നെ രോമാഞ്ചല്ലേ, കൊണ്ടുവാ. ഇതൊക്കെയാണ് നമ്മുടെ പഴയ പാട്ടുകൾ എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഗുരുദേവൻ എന്താണോ ദേവസേനാധിപനായ സുബ്രഹ്മണ്യ സ്വരൂപം, ആ സ്വരൂപത്തെ അക്ഷരാർത്ഥത്തിൽ വാക്കുകളിലൂടെ വിഗ്രഹമാക്കി തന്നിരിക്കുകയാണ്. ഏത്? ശാന്തം ശംഭു തനൂജം സത്യം അനാധാരം ജഗദാധാരം. അതെല്ലാം മന്ത്രമാണ്. ഒരു സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ പോയാണല്ലോ ഒരു ശാന്തിക്കാരൻ വേറെ ഒരു പണിയും ചെയ്യണം. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ ശാന്തിക്കാരി എന്താണ്? ഒരു കഥയിൽ ഓരോ കുക്കെടുത്തിട്ട് ഓം ശരവണ ഭവ ശിവസുഷൺമുഖായ സകല ഭൂതവിനാശന ഓം ശിവ സുബ്രഹ്മണ്യ ശക്തിയെ നമഃ എന്ന് ധ്യാനിച്ചിട്ട് ഓം ശരവണഭവായ നമഃ, ഓം ശക്തിധരായ നമഃ, ഓം ശ്യാമരൂപനെ നമഃ, ഓം ശങ്കരാത്മജായ നമഃ എന്ന് പറഞ്ഞിങ്ങനെ മന്ത്രം ചൊല്ലി അർപ്പിക്കുമ്പോ ഇവിടെ ഗുരുവരെയാണ് ശാന്തം ശംഭു തനൂജം. ഇത് മാത്രമാണ് ശാന്തം എന്നുള്ളതിന് മന്ത്രമൊക്കെ ഓം ശാന്തായ നമഃ. രണ്ട്, ഓം ശംഭു തനൂജായ നമഃ, ഓം സത്യായ നമഃ, ഓം അനാഥാരായ നമഃ. ഇനി തന്ത്രിക്ക് വേണമെങ്കിൽ അത് എന്താക്കിയാൽ മതി? ഒരു ബീജാക്ഷരം ആദ്യം വെച്ചാൽ മതി. ഓം ശം ശാന്തായ നമഃ, ശം ശംഭു തനൂജായ നമഃ, സം സത്യായ നമഃ, അം അനാഥാരായ നമഃ. അത്രയും ഒരു പൂജാക്രമത്തെ ശാസ്ത്രീയമായിട്ട് വാക്കുകളിലൂടെ എഴുതി നമ്മുടെ കയ്യിൽ തന്നാലും നമ്മളിപ്പോഴും വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ, അല്ലെ? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചൊല്ലാൻ സുഖമുള്ളത് മാത്രം, എനിക്കറിയാവുന്ന മാത്രം എല്ലാവരും പഠിച്ചാൽ മതി, അല്ലെ എല്ലാവരും ചൊല്ലിയാൽ മതി. അപ്പൊ നമുക്ക് ഈ പറയുന്ന കൃതികളിലേക്കും അതിന്റെ അർത്ഥത്തിലേക്കും കടന്നുകയറണം. അപ്പൊ നമ്മൾ ദൈവികമായ അറിവിനെ ആർജിക്കുന്നു. അതിനാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. ഈ ദൈവികമായ അറിവ് നിങ്ങൾ ഉദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടതില്ല. നിങ്ങൾ പരീക്ഷ നോക്കും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഈ വെളിച്ചം തെളിഞ്ഞാൽ പിന്നെ ഇരുട്ടിലോട് പോകാൻ പറയണോ? വെളിച്ചം തെളിഞ്ഞാൽ പിന്നെ ഇരുട്ടിലോട് മാറി ഞാൻ പ്രത്യേകം പറയണോ? വേണ്ട. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ ഇളങ്ങിന ഭദ്രനും എന്നേൽ അമൃതമയം. അപ്പോൾ ഈ വെളിച്ചത്തെ അറിവായി സ്വീകരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ഇത് വളരെ പച്ച മലയാളത്തിൽ നമുക്ക് പറഞ്ഞു. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നീ സത്യം, ജ്ഞാനം, ആനന്ദം, അല്ലെങ്കിൽ ഭഗവാനെ നീ സത്യമാണ്, നീ അറിവാണ്, നീ ആനന്ദമാണ്, നീ വർത്തമാനമാണ്, ഭൂതമാണ്, ഭാവിയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഗുരുദേവൻ പറഞ്ഞു തന്നു കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ്. പറഞ്ഞു വളരെ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായിട്ടും പറയുകയാണ്, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ എന്റെയും നിങ്ങളുടെയും മഹാഗുരുവിന്റെയും സ്വരൂപം എന്തിന്റെ സ്വരൂപം? പ്രകാശത്തിന്റെ സ്വരൂപം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശരീരമാണ്. നമ്മളിപ്പോഴും അത് തന്നെയാണ്. നമ്മൾ ആ ശരീരത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി ചോദിക്കുന്നു, ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നു. ശരീരം പോകുമ്പോ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഗുരു പറയുന്നു നാം ശരീരമല്ല അറിവാകുന്നു. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ഇതൊന്നും ശരീരത്തെയാണോ? ശരീരത്തിന് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ഇല്ലേ? വാർദ്ധക്യമുണ്ട്, രോഗമുണ്ട്, ഭയമുണ്ട്. ആർക്ക്?
ശരീരത്തിന്. പക്ഷേ അറിവിന് ഇത് വല്ലതും ഉണ്ടോ? ഇല്ല. ഈ വലിയ അറിവിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ വലിയ അറിവിൽ എത്തിച്ചേരാൻ ആ മഹത്താം അറിവിനമർന്ന അതുമാത്രമായിരണം. ഗുരുദേവൻ പറയണം, ആ മഹത്തായ അറിവാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? ഗുരുവിന്റെ കൃതികളുടെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കണം. അതുകൊണ്ട് സമ്പൂർണ്ണ കൃതികളുടെ അർത്ഥം കിട്ടിയ പുസ്തകം വീട്ടിലുണ്ടാവണം. എന്നിട്ട് ഒരു ദിവസം ഒരു വരി വെച്ച് പഠിക്കും. ഒരു വരി, 4 വരി പഠിക്കാൻ പറഞ്ഞാൽ പോലും പ്രയാസമാണെന്ന് എനിക്കറിയാം. ഒരു വരി വീതം പഠിക്കുന്ന ശീലത്തെ ഉണ്ടാക്കിയിടണം. ഓരോ ശ്രീനാരായണ ഗുരുദേവ ഭക്തനോടും ഗുരു നൽകുന്ന കൽപ്പനയാണ്, നിങ്ങൾ ഈ അറിവിനെ പഠിക്കൂ, ഈ അറിവിനെ ആർജിക്കൂ. അറിവില്ലാതെ എങ്ങനെ ജീവിക്കും നമ്മൾ? അറിവാണ് എല്ലാം, അറിവാണ് വെളിച്ചം. അറിവിലൂടെ മാത്രമേ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അറിവ്, അറിവ്, അറിവ്. ഗുരുവിന്റെ ഒരു കൃതിയുടെ പേരാണ് അറിവ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതിയുടെ പേരാണ് അറിവ്. ഒന്ന് വായിച്ചു നോക്കിയേ. അതിനകത്ത് അറിവ് എന്ന 3 അക്ഷരം വെച്ചൊരു കളിയാണ്. അറിയപ്പെടുന്നത് വേറല്ല അറിവായിടും തിരഞ്ഞിടുന്നേരമെന്ന് ആരംഭിക്കുന്ന ആ കൃതി അറിവിന്റെ ഒരു അപാരമായ കടലിനെ ഏതാനും വാക്കുകളിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ്. അറിവ് വായിച്ചിട്ടുള്ള അറിവെന്ന് പറഞ്ഞൊരു കൃതി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുദേവൻ തന്റെ 73 വർഷത്തെ കർമ്മകാണ്ഡത്തിലൂടെ ഈ അറിവിന്റെ വെളിച്ചത്തെയാണ് നമ്മളിലേക്ക് പ്രകാശിപ്പിച്ചു നൽകിയത്. ആ അറിവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കൽ ഗുരുവിനെ കാണാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്ന് ശേഖരൻ എന്ന ഒരു ഫോട്ടോഗ്രാഫർ വരികയുണ്ടായി. ഈ ശേഖരൻ എന്തിനാ വന്നറിയാമോ? ഗുരുവിന്റെ ഒരു പ്രതിമ തലശ്ശേരിയിൽ വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ തലശ്ശേരിക്കാര് മൂർക്കോത്ത് കുമാരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് നേതൃത്വം കൊടുത്തത്. അപ്പം ഗുരുവിന്റെ പ്രതിമ എവിടെ ഉണ്ടാക്കും? അതാണ് ചോദ്യം. ആരത് നിർമ്മിക്കും എന്ന്. അപ്പം നോക്കൂ, അന്നത്തെ ശിഷ്യന്മാരുടെ മനസ്സാലോചിച്ചോണേ, അത് ലോകത്തെ ഏറ്റവും നല്ലൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ലോകത്തെ ഏറ്റവും നല്ലൊരാള്. ഇപ്പൊ ഇവിടെ കേരളത്തിലൊക്കെ കിട്ടുന്ന CPM ഇവിടെ കിട്ടുന്ന വർക്കലയിലോ അല്ലെങ്കിൽ തൃപ്പൂണിത്തറയിലോ ഒക്കെയുള്ള ആരെങ്കിലും ഒക്കെയാണ്. നമ്മുടെ ഇവിടേക്ക് മിക്ക പ്രതികളും അങ്ങനെയാണ്. അവർ തീരുമാനിച്ചു ലോകത്തെ ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇറ്റലിയിൽ മനസ്സിലാക്കി. ഇറ്റലി അറിയാലോ? ഇറ്റലി ഇല്ലേ? ഭൂപടം എടുത്ത് നോക്കൂ, ഇറ്റലി എവിടെയാണ്? ഇറ്റലിയിലുള്ള പ്രൊഫസർ തവർണി, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ തവർണിക്ക് ഗുരുവിനെ അറിയുന്നില്ലോ, സാഹിത്യം ഗുരുവിനെ അറിയുക. തവർണി പറഞ്ഞ നല്ലൊരു ഫോട്ടോ തരണം. ആ ഫോട്ടോ തരുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അങ്ങനെ തവർണിക്ക് കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ തലശ്ശേരിയിലെ ഏറ്റവും മിടുക്കനായ ശേഖരനെ മൂർക്കോത്ത് കുമാരൻ ശിവഗിരിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പം ശിവഗിരിയിൽ വന്നു. ഗുരുദേവൻ ഇങ്ങനെ ഒരു മാവിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയമാണ്. ശേഖരൻ ഒന്ന് ക്യാമറയൊക്കെ നോക്കിയിട്ടാ വരിക. വന്നു, നമസ്കാരം പറഞ്ഞു. അപ്പൊ ഗുരു, എന്താ ശേഖരൻ വിശേഷിച്ച്? സ്വാമി, അങ്ങനെ ഒരു പടം എടുക്കണം. ഓ, മൂർക്കോത്ത് പറഞ്ഞു വരികയാണ്. അങ്ങനെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? ഗുരുദേവന്റെ ചോദ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ആട്ടെ ശേഖര, ഈ ക്യാമറ ഈ മാമ്പഴത്തിന്റെ പടം എടുക്കാൻ പറ്റുമോ? ഈ ക്യാമറയ്ക്ക് ഒരു മാമ്പഴത്തെ ചൂണ്ടിക്കാണിച്ചിട്ടേ. അപ്പൊ ശേഖരൻ നോക്കി, ഗുരുദേവന് പഴയ ആളല്ലേ, ക്യാമറയെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങളെ കുറിച്ച് പിള്ളേർ പറയുന്നത് മൊബൈലിനെ കുറിച്ചൊന്നും അമ്മയ്ക്ക് ആദ്യത്തിലാന്ന് പറഞ്ഞാൽ ഈ ക്യാമറയെ കുറിച്ചൊന്നും ഗുരു വലിയ കാര്യമല്ല. എന്റെ സ്വാമി, അതിനെന്താ പ്രയാസം? ആ മാമ്പഴത്തിലേക്ക് ക്യാമറ തിരിക്കണം, ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ റെഡി. ഗുരു ചോദിച്ചു, ശേഖര, മാമ്പഴത്തിന്റെ പുറമെയുള്ള പടമല്ല വേണ്ടത്, അതിന്റെ രസത്തിന്റെ പടം എടുക്കാൻ പറ്റുമോ ഈ ക്യാമറയ്ക്ക്? മാമ്പഴത്തിന്റെ രസപ്പടം എടുക്കാൻ ക്യാമറയ്ക്ക് പറ്റുമോ? ശേഖരൻ ആ ചോദ്യം ഒന്ന് മനസ്സുകൊണ്ട് കേട്ടു. തന്റെ എല്ലാ അഹങ്കാരങ്ങളെയും ഭാണ്ഡക്കെട്ട് അടിച്ച് താഴെ വെച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ കിടന്നു. കാരണം ശേഖരൻ മനസ്സിലായി, താൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആള് വെറും ഒരു സാധാരണക്കാരനല്ല, വെറും ഒരു സന്യാസിയല്ല. മനസ്സിലായി. ആ ചോദ്യത്തിന്റെ ആഴം ഇപ്പോഴും ഇവിടെ പ്രസക്തമാണ്. മാമ്പഴത്തെ കുറിച്ച് അറിയണമെങ്കിൽ മാമ്പഴത്തിന്റെ പടം നോക്കിയിരുന്നാൽ മതിയോ? ഉച്ചയ്ക്ക് നിങ്ങളോട് പറയണം, അന്നദാനം എന്ന് പറഞ്ഞൊരു നല്ല പടം, ഒരു സദ്യയുടെ ഒരു പടം എടുത്ത് വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ വിശപ്പ് മാറുമോ? ഇല്ല. വിശപ്പ് മാറേണ്ടവർ എന്ത് ചെയ്യണം? ഭക്ഷണം അവന്റെ നാവിലൂടെ രുചിച്ച് അവന്റെ ശരീരത്തിന്റെ കോശങ്ങളുടെ ഭാഗമായിട്ട് മാറണം, അല്ലെ? അവന്റെ ആ ഭാഗമായിട്ട് മാറാത്ത കാലത്തോളം ഒരു പടം കാണിച്ചാൽ വിശപ്പ് തീരുമോ? ഇല്ല. ഗുരു ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മാമ്പഴത്തെ കുറിച്ച് അറിയേണ്ടവൻ മാമ്പഴത്തെ രുചിക്കണം, അറിയണം, അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഗുരുദേവന്റെ പുറമേയുള്ള ഫോട്ടോ എടുത്താൽ മതിയാകുമോ? മതിയാകുമോ? അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മുടെ അറിവിന്റെ ഭാഗമായി മാറും. ഗുരു അത് അങ്ങനെ ഗുരുദേവൻ അങ്ങനെയൊന്നും വിശദീകരിക്കൊന്നുമില്ല, ഒറ്റ വാക്ക് മതി. ആ ഒറ്റ വാക്കിനകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അടങ്ങട്ടെ. എന്നിട്ട് ഗുരു അങ്ങോട്ട് ചോദിക്കാം, ഈ ശേഖരനോട് തവർണി പറഞ്ഞു കിട്ടുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്, ഒരു വശം തിരിഞ്ഞിരിക്കുന്ന പടമാണെങ്കിൽ പ്രതിമയ്ക്ക് കുറെ ക്ലാരിറ്റി വരും. കാരണം അതിന്റെ അനാട്ടമി കൃത്യമായിട്ട് ഒരു വശം തിരിഞ്ഞിരിക്കണം. പക്ഷെ ഗുരുവിനെ പിടിച്ചിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് മനസ്സിലിരിക്കുമ്പോ ഗുരു ചോദിക്കാണ്, ഒരു വശം ചെരിഞ്ഞിരിക്കുന്ന പടമല്ലേ വേണ്ടത്? ശേഖരന് രണ്ടാമത് വീണ്ടും അടുത്ത നമസ്കാരം.
എന്നിട്ട് ഗുരു അങ്ങനെ ഇരുന്ന് കൊടുത്തു. അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ട്. ആ ഒരു വശം തിരിഞ്ഞിരിക്കുന്ന കൃത്യമായിട്ട് ശേഖരൻ എന്നെടുത്ത ആ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ശേഖരൻ മടങ്ങിയത്. ഇറ്റലിക്കാരനായ തവർലിയ പ്രതിമയുണ്ടാക്കി കപ്പലിൽ ഇങ്ങോട്ട് കൊടുത്തുവിടുമ്പോൾ ശ്രീലങ്കയ്ക്ക് പോകാൻ വേണ്ടി ഗുരുദേവൻ പോകുന്ന വഴിക്ക് സ്വന്തം പ്രതിമ ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഇപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ട് എന്നെ പൂജിക്കരുത്, പ്രാർത്ഥിക്കരുത്. ശ്രീനാരായണ തന്നെ പറഞ്ഞിട്ട് എന്നെ പൂജിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ കാണിക്കുന്നത് ശരിയാണോ, അതുകൊണ്ട് ഗുരുദേവൻ കണ്ണാടി വെച്ച് തന്നില്ലേ എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകൾ കേൾക്കാറുണ്ട്. ഈ പറയുന്നത് ശരിയാണെങ്കിൽ സ്വന്തം പ്രതിമ, അതും പഞ്ചലോഹത്തിൽ നിർവഹിച്ചത് കണ്ടപ്പോൾ ഗുരുദേവൻ എന്ന് പറഞ്ഞേ മൂർക്കോത്തുമാര താങ്കൾ ഈ കാണിക്കുന്നത് ശരിയല്ലേ, ഇത് വെള്ളത്തിനകത്ത് കളയേ, എന്നെ പൂജിക്കരുത് അപ്പൊ പറയണ്ടായിരുന്നോ? ഗുരുദേവൻ എന്താ പറഞ്ഞത്? ആ പ്രതിമയുടെ മൂടെ ഇങ്ങനെ പതിയെ മാറ്റി ആ പഞ്ചലോഹത്തിലെ ഗുരുവിന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിക്കുകയാണ്. അപ്പൊ സ്വന്തം പ്രതിമ നേരിൽ കാണുമ്പോൾ ഗുരുദേവൻ ആദ്യം പ്രതികരിക്കുന്നത് ആഹാ ഒത്തുപോയല്ലോ എന്നായിരുന്നു ആദ്യത്തെ ഡയലോഗ്. പിന്നെ പറഞ്ഞു ആഹാരം വേണ്ടല്ലോ എന്ന് ജീവിച്ചു. പ്രതിമയ്ക്ക് ആഹാരം വേണ്ടല്ലോ എന്നും. അങ്ങനെ സ്വന്തം പ്രതിമയ്ക്ക് പ്രാണ ചൈതന്യം കൊടുത്തിട്ടാണ് ഗുരുദേവൻ ശ്രീലങ്കയിലേക്ക് യാത്രയാവുന്നത്. നമ്മളത് വിഷയത്തിൽ നിന്ന് മാറിപ്പോകണേ. ഞാൻ പറഞ്ഞു വന്നത് ആ പ്രതിമയാണ് തലശ്ശേരി ജഗന്നാഥന്റെ മണ്ണിൽ ഇപ്പോഴും പ്രതിഷ്ഠ ചെയ്ത് ഗുരുവിന്റെ ആദ്യത്തെ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയാവുന്നു. അത് തന്നെയാണ് അവിടെ നമ്മൾ പറഞ്ഞു വന്നത്. ഗുരുവിനെ അറിയേണ്ടവൻ ഈ പ്രതിമയും ഫോട്ടോയും മാത്രം നോക്കിയാൽ മതിയോ? പോരാ, രസം. ആ രസമാണ് ഗുരുവിന്റെ കൃതികൾ. മാമ്പഴത്തിന്റെ സത്തയാണ് മാമ്പഴത്തിന്റെ എല്ലാം എന്ന് പറയുന്ന പോലെ ഗുരുവിന്റെ രസമാണ് ഗുരുവിന്റെ കൃതികൾ. ആ കൃതികളിലൂടെ കടന്നു പോകണം. ആ കൃതികളെ നമ്മുടെ അറിവിന്റെ ഭാഗമാക്കി മാറ്റി ഗുരുവിനെ അറിയുമ്പോൾ നിങ്ങൾ ബ്രഹ്മയജ്ഞം ചെയ്യുന്നവരാണ്. രണ്ടാമത്തേത് ദേവയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മാനുഷിക യജ്ഞം, ഇങ്ങനെയുള്ള മറ്റൊട്ടനേകം യജ്ഞങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പരമപ്രാധാന്യത്തോടെ ആദരിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് ബ്രഹ്മയജ്ഞമാണ്. അതുണ്ടായാൽ വിളക്ക് കൈവശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം തന്നെ ആഗ്രഹമാകുന്നത് പോലെ വെളിച്ചത്തെ നാം സ്വീകരിക്കുക. ആ വെളിച്ചത്തെ സ്വന്തം ജീവിതത്തിൽ സാക്ഷാത്കരിക്കുമ്പോൾ അവൻ ആരായി? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മം തന്നെയായി മാറി. അങ്ങനെ ബ്രഹ്മവിത്ത് ആയി ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മസ്വരൂപനായി മാറിയ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ് ഗുരു ധർമാനന്ദജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ബ്രഹ്മത്തെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചു. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു തവണ മാത്രമേ ഇടുക്കിയിൽ വന്നുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ള ആളുകളാണ്. ഗുരുദേവൻ വന്നുപോയ മണ്ണിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. ഗുരുദേവന്റെ ഒട്ടനേകം പ്രതിഷ്ഠകൾ നടത്തപ്പെട്ട അല്ലെ ഈ ജില്ലയൊക്കെ ഗുരുവുമായിട്ട് എത്ര ബന്ധപ്പെട്ടതാണ്. ഇടുക്കിയിൽ ഒരു തവണയെ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ ഒരു ക്ഷേത്രത്തിന്റെ കുറച്ച് ധനസമാഹാരത്തിന് വേണ്ടി കിട്ടൻ റൈറ്റർ എന്ന് പറഞ്ഞ റൈറ്റർ അന്ന് പീരിമേറ്റിലെ ഒരു കമ്പനിയിലെ റൈറ്ററായിരുന്നു. ആ പീരിമേറ്റിലെ കമ്പനിയിലാണ് ഗുരുദേവൻ എന്ന് വന്നത്. അന്ന് വിശ്രമിച്ച ബംഗാൾ റൈറ്റേഴ്സ് ബംഗാൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ആകെ ഒരു ചാരിതാർത്ഥ്യം അത് മാത്രമേ ഉള്ളൂ. 2022 ദിവസം 100 വയസ്സായിട്ട് ഗുരുവിന്റെ ഇടുക്കി സന്ദർശനത്തിന് 100 വയസ്സായി. അതുപോലെ ഓർമ്മിക്കുകയാണ് കേട്ടോ. ആ ഇടുക്കിയിലെ പിരിവിട് വരെ യാത്ര ചെയ്യേണ്ടതില്ല. കുട്ടിക്കാനം എന്ന് പറയുന്നത് എത്ര പേര് വന്നിട്ടുണ്ട്? കുട്ടിക്കാനത്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഗുരുകർണാന്തിന്റെ ആളുകള് ഒരിക്കലെങ്കിലും കുട്ടിക്കാനത്ത് വരണം. ആ കുറവൻ കുറത്തി മലകളും ഒക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷെ പലർക്കും ധാരണയുണ്ട് അതൊന്നും ഇന്നും അവിടെ ഇല്ല. ഇതിലൊക്കെ ഏതൊക്കെ കഥകളാണ്. ഇന്നും ഘോരമായ വനം പിടിച്ചു കിടക്കുന്ന മനുഷ്യവാസം. ഞാൻ അതിനെ പലവട്ട യാത്രയിൽ പോയിട്ടുണ്ട്. സാധാരണക്കാരായ ഒരാൾക്കും ഇന്ന് ഈ 2022 എത്തിപ്പെടാനാവാത്ത ഘോരമായ വനമാണ് ആ കുട്ടിക്കാലത്ത് ധർമാനന്ദജി തപസ് അനുഷ്ഠിച്ച പ്രദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്ന് വരുവാണെങ്കിൽ ആ മലയെങ്കിലും ഒന്ന് കാണാം. നമ്മുടെ ഗുരു ഒരിക്കൽ ഞങ്ങള് അവിടെ ഒരു ശിവഗിരി കുന്നിലേക്ക് വന്ന് അല്ലെങ്കിൽ മരുത്വാമലയിൽ ചെന്ന് നമ്മൾ ആ മരുത്വാമലയെ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് വരാം. ധർമാനന്ദജി ഘോരം ഇന്നും അപ്പൊ അന്ന് അത്രയും വർഷങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം എന്ത് പാടുപെട്ടുണ്ടാവാം. ആ ഘോരമായ വന്ന് കല്ലും മുള്ളും ചവിട്ടി ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ പുലിയും കടുവയും പാമ്പും ഒക്കെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെയുള്ള നിരപ്പായ പാറമേലെത്തി. ഞാൻ പറയുന്നത് ധർമാനന്ദജിയുടെ ശിഷ്യന്മാരോടും പരമ്പരയോടും പറയുന്നത് ആ പാറയ്ക്ക് അവിടെ ഉണ്ടാവണം. അതെങ്ങോട്ട് പോകാനാണ്? അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആരും അന്വേഷിച്ച് ഇനി എത്തിയിട്ടില്ല. അപ്പൊ ആ സ്ഥലം പവിത്രമായിട്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ പവിത്രമായ ശുഭാനന്ദ ഗുരുദേവന്റെ ആശ്രമം അതിനടുത്ത് തന്നെ അദ്ദേഹം താമസിക്കുന്ന മലയുണ്ട് അല്ലേ? ഇതിനടുത്ത് തന്നെയല്ലേ ആശ്രമം. ഞങ്ങൾക്ക് ഇതിനകത്തും നമ്മൾ പരസ്പരം ഇത്രയും അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം തപസ് ചെയ്ത ആ മലയിൽ ആയിരക്കണക്കിന് ഭക്തന്മാർ ഓരോ വർഷവും വരാറുണ്ട്. എന്റെ ജില്ലയിൽ തന്നെയാണ്. അവിടെ ഇരുമുടി കെട്ടുബന്ധി അവിടെ ഭക്തന്മാർ വരുന്നു, ആരാധന നടത്തുന്നു, പൂജയിൽ പങ്കാളിയാകുന്നു. അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരാധനാ സംവിധാനത്തെ തുറക്കാൻ കുറിച്ചുകൂടാ?
ഗുരുവിനെ നിങ്ങൾ അറിയുന്നു, അനുഭവിക്കുന്നു, ആശ്രമത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ശ്രീനാരായണീയ സമൂഹം മരുത്വാമലയിലേക്കും കൊടുതൂക്കി മലയിലേക്കും പോകുന്ന പോലെ എന്തുകൊണ്ട് ഇവിടെ ഒരു തീർത്ഥാടക സംഘത്തിൽ ഒരു വർഷം പണ്ട് മഞ്ഞക്കിളികൾ 5 പേര് ശിവയിലേക്ക് പോയ ഒന്ന് പോയിക്കൂടെ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഒരു സംഘം ഒരു യാത്ര ആരംഭിക്കൂ. നാളുകളിൽ ആ മഞ്ഞക്കിളികൾ ലക്ഷങ്ങളായതുപോലെ ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ എത്തിച്ചേരും. നിങ്ങൾക്ക് അവിടെ കാൽനടയായിട്ട് കുറെ ക്ലേശങ്ങളൊക്കെ സഹിച്ചാൽ തീർച്ചയായിട്ടും പൊന്നമ്പലമേട്ടിലുള്ള ആ പവിത്രമായ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ തപസ്സനുഷ്ഠിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ധർമാനന്ദജി ഗുരുദേവൻ കടന്നുപോയ പാതകളെ സാക്ഷാത്കരിക്കുക. ആ ഗുരു അനുഭവിച്ച ത്യാഗം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എന്റെ മനസ്സുകൊണ്ട് ബസ്സിൽ പോകുമ്പോ ആ ദൂരെ കാണുന്ന മലകളിലേക്ക് നോക്കുമ്പോൾ തന്നെ എങ്ങനെ ആ വഴിക്ക് നടന്നു പോകാനാണ് ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ലാത്ത ഒരു ക്ലേശകരമായ ദൗത്യം. ആ ദൗത്യം ഒറ്റയ്ക്ക് ആ കൊടുങ്കാറ്റിൽ നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബലം ആരായിരുന്നു? ധർമാനന്ദിയെ നയിച്ച ബലം ആരായിരുന്നു? ശ്രീനാരായണ. അതാണ് ദൈവേഷ്ടേ ഗുരുസ്ത്രാത ഗുരൗഷ്ടേ നല്ല അക്ഷരം നോക്കിയിട്ടുണ്ട്. ദൈവം കോപിച്ചാൽ നമ്മെ രക്ഷിക്കാൻ ആര് വരും? ദൈവം കോപിച്ചാൽ കൂടെ ആരുണ്ടാവും? ഗുരു ഉണ്ടാവും. ഗുരു ഉണ്ടാവും. പക്ഷെ ഗുരു കോപിച്ചാൽ ദൈവം പോലും ഉണ്ടാവില്ല. അതാ വ്യത്യാസം. ദൈവം കോപിച്ചാൽ ദൈവത്തിന്റെ കോപത്തിൽ രക്ഷപ്പെടുത്താൻ ഗുരുവിനെ കൊണ്ട് പറ്റും. ഗുരുവിന്റെ കോപത്തിൽ രക്ഷിക്കാൻ ദൈവത്തിനെ കൊണ്ട് പോലും പറ്റും. അപ്പൊ ആ ഗുരു കൂടെ ഉണ്ടായിരുന്നു. ആ ഗുരുവാണ് 41 ദിവസത്തെ ഘോരമായ തപസ്സിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ തന്റെ അവതാര ദൗത്യത്തെ ലോകത്തോട് ഭൈരവൻ ശാന്തിക്ക് ഗുരുദേവൻ കൊടുത്തതിന് അത്രയുണ്ട്. ഭൈരവൻ ശാന്തി മഹാസമാധിയുടെ അന്ന്, കന്നി 5 മഹാസമാധിയുടെ അന്ന് അരിവപ്പുറത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗുരുദേവൻ സമാധിയായല്ലോ എന്നുള്ള അതിയായ സങ്കടത്തോടെ കണ്ണീരോടെ വിരമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു പ്രത്യക്ഷപ്പെട്ട് ഭൈരവൻ ശാന്തി കൊടുത്ത ഒരു കൽപ്പനയുണ്ട്. നാം എങ്ങും പോയിട്ടില്ല, നാം ഇവിടെ തന്നെ ഉണ്ട്, പ്രകാശമായി നാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതേ കൽപ്പന തന്നെയാണ് ധർമാനന്ദജിക്ക് കിട്ടിയത്. ആ കൽപ്പന അനുസരിച്ചാണ് അദ്ദേഹം വീണ്ടും ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തോടുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. അദ്ദേഹം കേവലം ഒരു സന്യാസി എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല ഗൃഹസ്ഥൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്ന പാഠം നമ്മളെ പഠിപ്പിച്ചു തന്നു. ഒരു നല്ല നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് സമൂഹത്തെ നയിക്കേണ്ടത് എന്ന പാഠം നമ്മളെ പഠിപ്പിച്ചു തന്നു. ഒരു സംഘടനാ പ്രവർത്തകൻ, ഒരു സമുദായ സേവകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തെ നയിക്കേണ്ടത് എന്ന പാഠം നമുക്ക് പറഞ്ഞു തന്നു. ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. സർവോപരി സാധാരണക്കാരായ ആളുകളുടെ സങ്കടങ്ങൾ മാറ്റാൻ അവരുടെ ഭാഷയിൽ അവരോട് സംവദിച്ചു. അദ്ദേഹം തന്നെ ലളിതമായ പ്രാർത്ഥനകൾ ആർക്കും മുമ്പ് പറഞ്ഞ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഭാഷ പോലെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട വെളിപാടുകളായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. ആ കൃതികളിലൂടെ അദ്ദേഹം നമ്മുടെ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് കൂടിക്കൊണ്ടുപോയി. ആ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായാൽ അവിടെ തനിയെ രോഗശാന്തി ഉണ്ടാവും, അത്ഭുതങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ ഇറയത്ത് ഒരു ചങ്ങല തൂങ്ങിക്കിടക്കുന്നു, ഒരു ഇരുമ്പ് ചങ്ങല. ആ ചങ്ങല എന്തിനുള്ളതെന്ന് അറിയാമോ? ആ ചങ്ങല ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠയ്ക്കെത്തിയ അവസരത്തില് ഒരു ഭ്രാന്തനെ ചങ്ങല കിട്ടി കെട്ടിക്കൊണ്ടു വന്നു, ഒരു മുഴു ഭ്രാന്തനെ. അപ്പൊ അന്നത്തെ ചികിത്സ അതേ ഉള്ളൂ. ആ ചങ്ങലയ്ക്ക് കെട്ടിക്കൊണ്ടുവന്ന ഭ്രാന്തൻ ഉപദ്രവകാരിയായിരുന്നു. അപ്പോ ഗുരുദേവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ചങ്ങല അടിക്ക് സ്വാമി, ഇതിന് അപകടകാരിയാണ്, ഒരു രോഗമാണത് അഴിച്ചുവിടാൻ പറ്റുമോ? ചങ്ങല അടിക്കൂ. അങ്ങനെ അഴിച്ചുവിട്ടു. ആ ഒറ്റ കൽപ്പന മാത്രമേ വരൂ, അഴിച്ചുവിടൂ എന്ന് പറഞ്ഞൊരു കൽപ്പന മാത്രമേ വരൂ. ആ അഴിക്കലിൽ അവന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോയി, അവന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോയി. അതായത് ഗുരുദേവൻ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അഴിച്ചുവിട്ടാൽ മാത്രം മതി. അങ്ങനെ അന്ന് അവൻ ആ കെട്ടഴിഞ്ഞ അവനാണ് ഗുരുവിന്റെ പാദങ്ങളിൽ പാദശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർ അതിന്റെ ദൃക്സാക്ഷികളാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒട്ടനേകം പേരുടെ കെട്ടുകൾ അഴിച്ചു ആര്? ഗുരുദേവൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ നിഷ്കളങ്കമായ ഭക്തിയെ ആണ് അതിൽ ധർമാനന്ദി ആയുധമായിട്ട് ഉപയോഗിച്ചത്. ആ ഭക്തിയിലൂടെ ഗുരുവിനെ തന്നെയാണ് അദ്ദേഹം സാക്ഷാത്കരിച്ചത്. മറ്റേതൊരു ദേവസ്വരൂപങ്ങളെക്കാളും, അതായത് നമ്മുടെ ശിവലിംഗ സ്വാമിജി എഴുതിയ പ്രാർത്ഥനയിൽ പറയുന്ന ഗുരു ആരാണ്? ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധികേതവേ നാരായണ യതീന്ദ്രായ. ആ യതീന്ദ്രൻ യതിമാരുടെ ഇന്ദ്രനാണ്. അവിടുന്ന് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനാണ്. ആശ്രയിക്കുന്നവർക്കെല്ലാം ശുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനാണ്. നമോ ഭഗവതേ, അല്ലയോ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. നിത്യശുദ്ധ മുക്ത മഹാത്മനെ. അതോ അവിടുന്ന് നിത്യനാണ്, എന്നെന്നുമുള്ളവൻ, പരിശുദ്ധനാണ്,
എല്ലാ ശുദ്ധികളെയും വെച്ച് പരമമായ ശുദ്ധിയെ പ്രാപിച്ചവൻ. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സി കേശവൻ എഴുതിയൊരു വാക്യം ഇങ്ങനെയാണ്: പരിശുദ്ധിയുടെ പരമോദാഹരണം എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരു പരിശുദ്ധൻ വേറെ ലോകത്തുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ മറ്റു പല ഏത് പ്രവാചകന്മാരായിക്കോട്ടെ, അവതാരങ്ങളായിക്കോട്ടെ, അവരൊക്കെ എടുത്താൽ എവിടെയെങ്കിലുമൊക്കെ ചില തെറ്റുകൾ, അതങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന ചില ചോദ്യങ്ങൾ നമുക്ക് അവരുടെ പേരിൽ ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭാര്യയെ ഒളിച്ചു നിന്ന് ശ്രീരാമൻ അമ്പ ചെയ്തത് ശരിയാണോ? രാമൻ ഇപ്പൊ ഒരു ശക്തനല്ലേ, രാമൻ നേരിട്ട് ചെയ്തുകൂടായിരുന്നോ? ഒളിച്ചു നിന്ന് ചെയ്യുന്നത് ശരിയാണോ? ചോദ്യങ്ങളാണ്. നിറഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കാം. പറഞ്ഞ ചോദ്യങ്ങൾക്ക് അവർക്ക് ആരും അറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ചില കളങ്കങ്ങൾ വേണമെങ്കിൽ ആരോപിക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ കൂടി ഒരു ശിഷ്യനുണ്ട്. ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ കൂടിയ ശിഷ്യൻ അതാരാണ്? നടരാജ ഗുരു. കേട്ടോ, ഡോക്ടർ പൽപ്പു ഗുരുദേവൻ രക്ഷ കൊടുത്ത ഒരു മകനെയാണ് ഡോക്ടർ പി നടരാജൻ. ഈ നടരാജ ഗുരു അച്ഛനോട് പറഞ്ഞു, ഗുരുവിൽ ഒരു കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ ഗുരുവിനോട് നിൽക്കത്തില്ല. കുറ്റമുള്ള ആരോട് നമ്മളാരും നിൽക്കുമോ? ഇല്ല. അങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ കൂടുക. നമുക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇപ്പൊ നിങ്ങളോട് ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറായി തുടങ്ങിയിട്ട് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾ പറയും 1 ഒരു 10 ഇപ്പൊ ഇല്ലാന്ന് പറയും. ശരിയല്ലേ? അരമണിക്കൂർ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. നോക്കൂ, അങ്ങനെ വിചാരിച്ചാണ് കൂടെ കൂടിയത്. ദിവസം ഒന്ന് കഴിഞ്ഞു, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. ഒരു കുറ്റം അത് ആരാ? സശരീരനായിട്ട് നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ 50 കൊല്ലമാണ് പോയത്. യാത്ര എത്ര കൊല്ലം? 50 കൊല്ലം. അവസാനം നടരാജൻ എഴുതിയിട്ടുണ്ട്, 50 കൊല്ലം പരിശ്രമിച്ചു നാരായണ ഗുരുവിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ. എന്നിട്ടും ഒരു തരിപ്പും കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒരു തരിപ്പും കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ശിവനസ് പറഞ്ഞത്, നിത്യശുദ്ധ മുക്ത മഹാത്മനെ. നിത്യശുദ്ധനാണ്. ആ ജീവിതത്തെ എവിടെ എടുത്തു വെച്ചോ നിങ്ങള്? ആ ഗുരുവിന്റെ ചരിത്രം മുഴുവൻ എടുത്തു വെച്ച് പഠിക്കൂ. അവിടെ എങ്ങും ഒരു കളങ്കം ആരോപിക്കാൻ പറ്റില്ല. അങ്ങനെ നിത്യശുദ്ധ മുക്ത മഹാത്മാവായിരുന്നു അവിടുന്ന്. അവിടുത്തെ ചരിത്രം മഹത്തരമാണ്. മഹനീയ ചരിത്രായ സകല മമതകളെയും അതിജീവിച്ചവനാണ്. ഞാനെന്നും എന്റെതെന്നുമുള്ള എല്ലാത്തിനെയും അതിജീവിച്ച മമതാരഹിതാത്മനായിരുന്നു. യതിമാരുടെ ശ്രേഷ്ഠനായിരുന്നു ഗുരു. അതുപോലെ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ശിഷ്യ സഞ്ചയത്തെ കുറിപ്പിക്കുന്നവനായിരുന്നു അവിടുന്ന്. ആ ശാന്തങ്ങളായ കടാക്ഷങ്ങൾ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു. അവിടുന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വേദനകളെയും ശമിപ്പിക്കുമായിരുന്നു. അവസാനം പറയുന്നു, അവിടുത്തെ പാദരേണുക്കൾ പോലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരണം. അവിടുന്ന് വാദിക്കുന്നവരോട് വാദിക്കുകയും വാചംയമികളായ മൗനികളുടെ മുമ്പിൽ മൗനം ഭജിക്കുകയും ചെയ്യുന്ന സർവലോകാനുരൂപനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. കുമാരശാൻ പറയുന്നുണ്ട്, വിദ്വജ്ജനങ്ങൾക്ക് അനസരായോർക്കും അജ്ഞർക്കും അജ്ഞൻ. കേട്ടോ, ആ ഗുരുപാദത്തിൽ പറയണം, വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ, ബഹുവിലസിതമായി വന്ന ബാലർക്കു ബാലൻ, സത് യോഗീന്ദ്രർക്കു യോഗീശ്വരൻ, അധ സകല ജ്ഞാനിനാം ജ്ഞാനിവര്യൻ. സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഒരു ഗുരുവരൻ, എൻ അൻപിൽ ഞാൻ കുമ്പിടുന്നേ. മാതാവെപ്പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, ഭ്രാതാവെപ്പോലെ ഏന്തുന്നിതു ഹൃദി സകല സ്നേഹവും മോഹമന്യേ. വേദത്തെ പോലെ ഓതുന്ന അറിവ് നൃപതിയെ പോലവേ പാലിച്ചിടുന്നു. ഇതേതൊന്നോർത്താൽ എനിക്കൻ ഗുരുപദകമലം സന്തതം ഞാൻ തൊഴുന്നേ. കേട്ടോ, എന്റെ ഗുരു ഏതാണ് അല്ലാത്തത്? അമ്മയാണോ? അമ്മയെ പോലെയാണ്. അച്ഛനാണോ? അച്ഛനാണ്. രാജാവാണോ? രാജാവാണ്. കുട്ടിയാണോ? കുട്ടിയാണ്. സകല ജ്ഞാനിനാം ജ്ഞാനിവരിൻ, എല്ലാ ജ്ഞാനികളുടെയും ജ്ഞാനിയാണ്. അങ്ങനെ വാദിക്കുന്നവരോട് വാദിക്കുകയും വാചം യമികളായ മൗനികളുടെ മുമ്പിൽ മൗനം ഭജിക്കുകയും ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനമല്ലേ? വാദിക്കാൻ വരുന്നവരോട് വാദിക്കും, വാചം യമികളായ മൗനികളുടെ മുമ്പിൽ മൗനം ഭജിക്കുകയും. രമണ മഹർഷിയെ കാണാൻ വേണ്ടി ഗുരുദേവൻ അങ്ങോട്ട് ചെന്നു. തിരുവണ്ണാമലയില് രമണ മഹർഷിയെ കാണാൻ വേണ്ടി ഗുരു അങ്ങോട്ട് ചെന്നു. ഗുരു അപൂർവ ചില സ്ഥലത്തെ അങ്ങോട്ട് എന്ന് കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങോട്ടാണ് വരിക. രവീന്ദ്രനാഥ ടാഗോറും CF ആൻഡ്രൂസും മഹാത്മാഗാന്ധിയും ഗുരുവിനെ കാണാൻ ഇങ്ങോട്ടാണ് വന്നത്. അവിടെ ഗുരു അങ്ങോട്ട് ചെയ്തു രമണ മഹർഷിയെ കാണാൻ ചെന്നു. കുറെ നേരം പാറയുടെ മുകളിൽ പരസ്പരം മുഖത്തോട് പോകുന്നത് നോക്കിയിരുന്നു. ഒരക്ഷരം ഒന്നും കിട്ടിയില്ല. ഇത്ര ചിലപ്പോൾ ശാപ്പാടായിട്ട് പറഞ്ഞു കയറി ചെന്ന് പപ്പടം പോലെ പായസം കൂടി സദ്യ കഴിച്ചു ഇങ്ങ് പോവുകയും ചെയ്തു. രമണ മഹർഷിയോട് ചോദിച്ചു, എന്റെ ഒന്നും മിണ്ടാതിരുന്നത്? നാരായണ ഗുരു ഇവിടെ വന്നിട്ട് എന്റെ ഒന്നും മിണ്ടാതിരുന്നത്? രമണ മഹർഷി പറഞ്ഞൊരു വാചകമുണ്ട്, അവർ പെരിയവർ എല്ലാം തെരിഞ്ചവർ. ആരാണ് ശ്രീനാരായണ ഗുരു? എല്ലാം അറിയാവുന്നത് പറയണം. എല്ലാം അറിയാവുന്നവർ എടുത്തു പറയണമെന്നോ? അത് രമണ മഹർഷിക്ക് അറിയാം, നമുക്കറിയാമോ? അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോ എല്ലാം തെരിഞ്ചവർ. ആ ആത്മോപദേശകം
ആത്മോപദേശം വായിച്ച് കേട്ടപ്പോഴും രമണ മഹർഷി ആദ്യം കേട്ടിരുന്നു അപ്പഴിത്താൻ ഓരോ കടി വായിക്കുക. കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പലകളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേരിടേണം. അങ്ങനെ വായിച്ച് അപ്പഴിത്താൻ ഇരുന്ന ആള് മതി എഴുന്നേറ്റു. ആദ്യം കിടക്കുമായിരുന്നു, പിന്നെ എഴുന്നേറ്റിരുന്നു, പിന്നെ എഴുന്നേറ്റു ഏറ്റവും അവസാനം നൃത്തം ചെയ്തുള്ള പോലെ എല്ലാം തെളിയിച്ചവർ നാരായണ ഗുരു ആരാണ്? അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസവിധി പ്രതിപത്തിയറ്റ് സത്ത് ഓം ഇതി മൃദുവായി അമർന്നിടേണം. എല്ലാം തെളിഞ്ഞവർ അതാണ് വാചമികളായ മൗനികൾ. ഗുരുദേവന് വേണ്ടി അങ്ങോട്ട് ഇല്ല, മൗനം പാലിക്കും. ഇനി മറ്റൊരു സന്ദർഭം ഓർക്കാം. നമ്മള് ചട്ടമ്പിസ്വാമി ഇതുപോലെ തന്നെ പ്രശസ്തനായ ഒരു സന്യാസിമാര് കൊല്ലത്ത് പ്രാക്കുളത്തിനടുത്ത് ചട്ടമ്പിസ്വാമി ഇങ്ങനെ രോഗശൈലിയിൽ കിടക്കുകയാണ്. അപ്പോ ശ്രീനാരായണ ഗുരുദേവനെ ഇത് കാണുന്ന ആഗ്രഹം പറഞ്ഞു. ഗുരുദേവൻ പ്രാക്കുളം ബംഗ്ലാവിൽ വെച്ച് ഗുരുവുമായിട്ട് ചട്ടമ്പിസ്വാമി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഗുരുദേവൻ ഇങ്ങനെ SNDP ഉണ്ടാക്കുന്നു, ആ സ്ഥലം ഉണ്ടാക്കുന്നു, സ്വത്ത് മേടിക്കുന്നു. അപ്പം ചട്ടമ്പിസ്വാമി ഒരു നല്ല അദ്വൈതി സന്യാസിയല്ലേ. അപ്പൊ പിന്നെ ഈ സന്യാസിമാർക്ക് ഈ സ്വത്തിന്റെ ആവശ്യമുണ്ടോ? സന്യാസിമാർ സ്വത്ത് സമ്പാദിക്കാൻ പാടുണ്ടോ? അപ്പൊ ചോദിക്കുകയാണ്, എന്താ പ്രവൃത്തിയാരുടെ പണിയാണെന്ന് കേട്ടു. നാടുകളിൽ പ്രവൃത്തിയാരുടെ പണി. പ്രവൃത്തിയാര് നല്ലൊരു പച്ച മലയാളം വാക്ക പ്രവൃത്തിയാര്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് നിങ്ങൾക്ക് മലയാളം വന്നു അല്ലേ? വില്ലേജ് ഓഫീസർ അല്ലേ? പല മലയാളം വാക്കിന്റെയും ഇംഗ്ലീഷേ ഇപ്പൊ നമുക്ക് അറിയത്തുള്ളൂ. സൈക്കിളിന്റെ മലയാളം എന്താണ്? പദാക്രാന്ത ചലന ദ്വിചക്ര ശകലം. സോപ്പിന്റെതാണ് ഏറ്റവും സോപ്പിന്റെ മലിന നിവാരണ പദയോത്പാദന പിണ്ഡം. കടയിൽ പറഞ്ഞു കടക്കാൻ വേറെ കാര്യം കാണിച്ചിരിക്കാം. പ്രവൃത്തിയായ വിജയാഫീസർ ഗുരുദേവൻ പറയണം, പ്രവൃത്തിയുണ്ട് വാദിനേ പ്രവൃത്തിയുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണോ? തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ കാലത്ത് പാഴ്ചേറിൽ കിടക്കുന്നു അവർക്ക് വേണ്ടി. കഷ്ടം ദീനം പിടിച്ചോ മധുരി അത് കുടിച്ചോ കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ടേ. വാദിനേ വാചം യമാനാം സർവലോക സ്വീകാര്യമായ ഒരു തത്വചിന്തയെ അവതരിപ്പിച്ച് ലോകത്തെല്ലാവർക്കും അവരവരാഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷീഭവിച്ച നാരായണ ഗുരുദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ആ പ്രത്യക്ഷ ഭാവത്തിൽ ഗുരുവിൽ നിന്ന് വരം മേടിക്കുകയും ആ വരബലത്താൽ ലോകത്തെ രക്ഷിക്കുകയും ചെയ്ത ഗുരുവായിരുന്നു ഗുരു. അതുകൊണ്ട് നിങ്ങൾ ഈ ഗുരുവിന്റെ വഴിയെ സഞ്ചരിക്കുക. തീർച്ചയായിട്ടും ഈ ഗുരുവിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ എവിടെ എത്തിച്ചേരും? പരമമായ ഗുരുവിൽ എത്തിച്ചേരും. മനസ്സിലായോ? ഒരു വിളക്കിന്റെ സഹായത്തോടു കൂടി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഉദാഹരണം പറയാം. ഇപ്പം ഈ ട്യൂബിൽ വെളിച്ചമുണ്ട്, ഈ നിലവിളക്ക് കത്തുന്നുണ്ട്. ഈ നിലവിളക്കിലെ വെളിച്ചം എവിടെ നിന്ന് വന്നു? ഈ ട്യൂബിലെ വെളിച്ചം എടുക്കാം. ഈ ട്യൂബിലെ വെളിച്ചം എവിടെ നിന്ന് വന്നു? കരണ്ടിൽ നിന്ന് വന്നു വേണം പറയാം. ഈ കരണ്ട് എവിടെ നിന്ന് വരുന്നു? എന്റെ നാട്ടിൽ വരുന്നു, ഇടുക്കിയിലേക്ക് വരുന്നു അല്ലെ. അവിടെ നമ്മളെല്ലാം ഇങ്ങനെ നടക്കും, ഞങ്ങളുടെ ഇടയ്ക്ക് നടക്കും, എനിക്ക് തുറന്നു വിടും. നിങ്ങളെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ വീട്ടുകൊണ്ടിരിക്കും. എല്ലാ വർഷവും നടന്നു ഒരു സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു പുച്ഛമുണ്ടായിരുന്നു. ഇടുക്കിക്കാര് മരത്തെ പറ്റി പ്രശ്നം ആളുകൾ ഈ എന്താണ് അവരിങ്ങനെ ഈ പുറകിലെ കൂടെ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്ത് പറഞ്ഞാൽ ഇപ്പൊ വേണ്ടിയില്ല. അവിടെ ഡാം തുറക്കുന്നുണ്ടോ എന്ന് നോക്കിയാ ഇപ്പൊ മഴക്കാലം വരുമ്പോ ഇരിക്കുന്നത് എങ്ങോട്ട് പോകണം, വള്ളക്കാരനെ വിളിക്കണോ വല പിടിക്കണോ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതായത് അപ്പൊ അങ്ങനെ ഈ കറണ്ടിന്റെ ഉൽപ്പത്തി എങ്ങോട്ട് ചെലുത്തുന്ന അവസാനം അവിടെ എത്തിച്ചേരും. അല്ലെങ്കിൽ ആ ജലത്തിന്റെ തന്മാത്രയിൽ അതിലെ എനർജി എന്ന സത്യത്തിൽ തരും. ആ എനർജി എവിടെ നിന്ന് വന്നു? ഈ ഭൂമിയിലെ മുഴുവൻ എനർജിയും എവിടുന്നാ വരുന്നത്? സൂര്യനിൽ നിന്നാണ്. ആണോ അല്ലയോ? അപ്പൊ ഈ വെളിച്ചത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നവൻ ഈ വെളിച്ചത്തിലൂടെ തേടി പോയാൽ എവിടെ എത്തിച്ചേരും? പരമമായ വെളിച്ചത്തിൽ, പരമമായ സത്യത്തിൽ. നിങ്ങൾ അതുപോലെ ധർമാനന്ദജി എന്ന ഗുരുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഗുരു കാണിച്ച ഭക്തിയുടെയും ശുദ്ധിയുടെയും മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എവിടെ എത്തിച്ചേരുന്നു? പരമമായ മഹാഗുരു എന്ന സത്യത്തിൽ ചേരും. ആ സത്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. അത് തന്നെയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. മഹാഗുരു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിതയാത്രയിൽ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവട്ടെ. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും കരുത്തും കർമ്മശേഷിയും ഉണ്ടാവട്ടെ.
നിങ്ങളുടെ മക്കൾ നേരിന്റെ വഴിയെ സഞ്ചരിക്കട്ടെ, വെളിച്ചത്തിന്റെ വഴിയെ നിങ്ങൾ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിച്ചത്താൽ നിറയട്ടെ, സന്തോഷത്താലും സമാധാനത്താൽ നിറയട്ടെ. ആ ഭഗവാൻ എന്നും എല്ലാ ഭക്തന്മാർക്കും കൂടെ കാവലായി കൂട്ടായിട്ടുണ്ടാവട്ടെ എന്ന അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ കൂട്ടായ്മയുടെ എല്ലാ ഭാരവാഹികളോടും ഇവിടെയുള്ള ഗുരുവിന്റെ പ്രിയപ്പെട്ട മക്കളോടും ശിഷ്യന്മാരോടും എല്ലാവരോടുമുള്ള എന്റെ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് വിശാഖം തിരുനാൾ മഹോത്സവത്തിന്റെ 1000 മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നമുക്ക് ഇതുപോലുള്ള സന്നിധികളിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എളിയ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. വിനീത പ്രണാമം.